എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ കുറച്ച് ദിവസമായി വന്നിട്ട് ഒരുപാട് മീഡിയകളിലും അതുപോലെ തന്നെ ചാനലുകളിലൊക്കെ ഒരുപാട് വലിയ വലിയ വിശേഷങ്ങളുണ്ടല്ലേ. അപ്പോൾ ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ഡൽഹിയിൽ നടന്ന സമരം തന്നെയാണ് അല്ലേ. വിദ്യാർത്ഥികളുടെ അതല്ലെങ്കിൽ CJPയുടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം തന്നെയാണ് ഏറ്റവും. അപ്പം അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ നടന്നിട്ടുള്ള പോട്ടെ, ഞാൻ ഒരു സാധനം എഴുതി വെച്ചിരുന്നു, അപ്പോൾ അത് പോയി. എന്നാൽ കുഴപ്പമില്ല, എഴുതി വെച്ചുകൊണ്ട് നമുക്ക് ഓർമ്മ വരും. അപ്പോൾ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഉള്ള കമൻറ്റുകളും അതുപോലെ തന്നെ ചർച്ചകളുമൊക്കെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ മൊത്തമല്ലേ. ഇത് ഒരു തോൽവിയും ജയത്തിൻ്റെയും ഒക്കെ കാര്യമായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ നമ്മൾ തെറ്റായ കാര്യങ്ങൾ ആര് ചെയ്താലും, തെറ്റായ കാര്യങ്ങൾ, അനീതിയായ കാര്യങ്ങൾ, അതല്ലെങ്കിൽ തട്ടിപ്പ് വെട്ടിപ്പ്, ഇതൊക്കെ ആര് കാണിച്ചാലും ഇങ്ങനെ കാലചക്രത്തിൻ്റെ ചക്രം കറങ്ങുന്നതിനനുസരിച്ച് അതെന്താണ്, ആ തിന്മ ചെയ്തവരൊക്കെ വെളിയിൽ വരിക എന്നത് ദൈവികമായ ഒരു നിയോഗമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് അനീതികൾ കാണിക്കുന്നത്, അക്രമങ്ങൾ കാണിക്കുന്നത്, അപഹരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അതിൻ്റേതായ ഫലം കിട്ടും എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ഇവിടെ പ്രശ്നമുണ്ടായത്, അതായത് നമ്മുടെ പ്രതിപക്ഷവും അതുപോലെ തന്നെ തിന്മകൾക്കെതിരെ പ്രതികരിക്കുന്ന ആൾക്കാരെല്ലാം ഓരോ വിഷയത്തിലും പ്രതികരിച്ചില്ല എന്ന് ഓരോ വിഷയത്തിലും മാക്സിമം പ്രതികരിച്ചു. പക്ഷേ അവരോടെല്ലാം രാഹുൽ ഗാന്ധിയോടാണെങ്കിലും അതുപോലെ തന്നെയാണ് നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ ആണെങ്കിലും, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കെതിരെയൊക്കെ കേസും ജയിൽവാസവും ഒക്കെ അവർ നടത്തിയിട്ടാണ് നിൽക്കുന്നത്. പിന്നെയും തിന്മകൾ ഇങ്ങനെ അധികരിച്ചു പോകുമ്പോൾ എക്സാമിൻ്റെ വിഷയം കടന്നു വരുന്നത് അപ്പോഴാണ്. നീറ്റ് പരീക്ഷ ചോരുകയും അത് കാരണമായി 13ഓളം എന്ന് പറയുന്നുണ്ട്, 20ഓളം എന്ന് പറയുന്നുണ്ട്, കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന ഒരവസരമുണ്ടായി. ഒരുപാട് പേര് മാനസിക സംഘർഷത്തിലാണ്. അവർക്കൊന്നും ചെയ്യാനില്ല, അവർ ആത്മഹത്യ അല്ലാതെ അവർക്ക് വേറെ മറുപടി ഇല്ല എന്നുള്ളതാണ് അവരുടെ ചിന്താഗതി അനുസരിച്ച് തോന്നുന്നത്. പക്ഷേ അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. പക്ഷെ ഒരു കാരണവശാലും ആത്മഹത്യ പരാജയമാണ്. നമ്മൾ ജീവിച്ചിരുന്നാൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് ഒരു കാരണവശാലും ആരുടെയെങ്കിലും ക്രൂരത കാണിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റ് കാണിച്ചതുകൊണ്ട് നമ്മുടെ വിലപ്പെട്ട ജീവൻ ആരും നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മുടെ ജീവൻ നമുക്ക് നഷ്ടപ്പെടുത്തി കളയാമെങ്കിൽ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ വലിയ ജീവൻ നഷ്ടപ്പെടുത്തി കളയാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അതിനേക്കാൾ സിമ്പിളാണല്ലോ ഈ തിന്മകൾക്കെതിരെ പ്രതികരിക്കാൻ കഴിയുന്നതെന്ന് പറയുന്നത്. നിങ്ങളുടെ ആ ജീവൻ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി അതല്ലെങ്കിൽ നമ്മുടെ പ്രതികരണത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ നമുക്ക് തോന്നും നമ്മൾ തിന്മകൾക്കെതിരെ പ്രതിരോധിച്ചാൽ അതാണല്ലോ കുറച്ചുകൂടെ നല്ലത്. നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത്. നിങ്ങൾ ജീവൻ പോകാൻ തയ്യാറാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തിനു പേടിക്കണം? നിങ്ങൾ ശക്തമായി നിങ്ങളുടെ സ്വരം ഇവിടെ ആരുയർത്തിയാലും അതുവഴി ദൈവം നീതി നടപ്പിലാക്കും. അപ്പോൾ കുറച്ച് മനസ്സിന് ബലം കുറഞ്ഞ കുട്ടികൾ എന്ത് ചെയ്തു? അവർ ആത്മഹത്യയിലേക്കൊക്കെ പോയി. അപ്പോൾ ഒരു കാരണവശാലും ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ
ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് പറ്റുന്ന രീതിയിൽ പ്രതിഷേധിക്കുകയാണ് ചെയ്യേണ്ടത്, അതിന് വിജയം കാണാൻ കഴിയും എന്നുള്ളതിന് ഇപ്പോഴും നമുക്ക് തെളിഞ്ഞല്ലോ. അപ്പോഴും ഇത്രയും നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ, അതുപോലെ തന്നെ നമ്മുടെ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുമ്പോൾ ആൾക്കാർ ഏറ്റവും വലിയ കാര്യം ഈ ജീവൻ പോവുക എന്നുള്ളതാണല്ലോ. അപ്പം അങ്ങനെ ജീവൻ പോകാൻ തയ്യാറുള്ളവർ നാടിന് വേണ്ടി രണ്ട് ശബ്ദം ഉയർത്തുന്നതല്ലേ ഉള്ളൂ. മാക്സിമം ശബ്ദം ഉയർത്തിയാൽ അവർ ജയിലിലാണ് ഇടുന്നത്. അല്ലെങ്കിൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി നമ്മുടെ ജീവിതം ഉപയോഗമുള്ളതാക്കാമല്ലോ. അപ്പോഴൊരു കാരണവശാലും നിങ്ങൾ തിന്മകൾക്കെതിരെ, അത് ഇനി ഭർത്താവിനെതിരെ ഭാര്യ അനീതി കാണിച്ചാലും, ഭാര്യ നേരെ തിരിച്ച് അനീതി കാണിച്ചാലും, അതല്ലെങ്കിൽ മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥന് അനീതി കാണിച്ചാലും, ഭരണാധികാരി പ്രജകൾക്ക് അനീതി കാണിച്ചാലും, അതുപോലെ തന്നെ അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് അനീതി കാണിച്ചാലും, ബോസ് സ്റ്റാഫിന് അനീതി കാണിച്ചാലും, അതുപോലെ ഗുണ്ട ഇവിടെ സാധാരണ ജനത്തിനോട് അനീതി കാണിച്ചാലും, നമ്മൾ ഒരിക്കലും അത് പേടിച്ച് ഭയന്ന് ആത്മഹത്യ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അവർ കൂടിപ്പോയാൽ നമ്മളെ കൊല്ലാനല്ലേ. അപ്പം നിങ്ങൾ തോറ്റു പിന്മാറുകയല്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒന്നും ഒളിച്ചോട്ടമല്ലേ നടക്കുന്നത്. അതിനേക്കാൾ നിങ്ങൾ ഒരു വാക്ക് ഉച്ചത്തിൽ, ഇവൻ എന്നെ ആക്രമിച്ചു എന്ന് ഉയർന്നു പോയ ഉച്ചത്തിൽ പറഞ്ഞാൽ ദൈവം തന്ന ആയുസ് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരില്ലായിരുന്നു. നമ്മൾ നീതിക്കെതിരെ അനീതിക്കെതിരെ ശബ്ദിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നമ്മോടൊപ്പം ഉണ്ടാവും. ആരുടെ കയ്യിലപ്പോൾ ദൈവവും ഞാൻ ദൈവവും മതവും എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഈ പറയുന്ന യുക്തിവാദികളും ദൈവം അവിടെ എന്ത് ചെയ്തു ഇവിടെ എന്ത് ചെയ്തു എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ കമൻ്റ് ഇടുന്ന കാണാം. അപ്പോൾ ദൈവം അവിടെയും ഇവിടെ അങ്ങനെയല്ല. ദൈവം ജാതിയോ മതമോ വർഗമോ വർണ്ണമോ പണമോ നോക്കിയൊന്നും അല്ല നീതി ചെയ്യുന്നത്. ദൈവം നീതി ചെയ്യുന്നത് സത്യത്തിനനുസരിച്ചാണ്. സത്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കായിരുന്നാലും ദൈവം നമ്മുടെ കൂടെ കാണും. അതാണ് ഞാനെന്നൊരു കമൻ്റ് ഇട്ട ആളിന് പറഞ്ഞു കൊടുത്തതുപോലെ, ഏതോ ധർമ്മസ്ഥതോ ജയ, എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയം ഉണ്ടാവും എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ ധർമ്മത്തിനൊപ്പമാണ് നിൽക്കേണ്ടത്. ബാക്കി ദൈവം നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളായിരിക്കും നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ കൂടെ പഠിച്ച സഹപാഠികളുടെ, അല്ലെങ്കിൽ കൂടെ പഠിച്ച പ്രായത്തിലുള്ളവരുടെ, അല്ലെങ്കിൽ ജെൻസിയുടെ പ്രായത്തിലുള്ളവർ ആത്മഹത്യ ചെയ്തപ്പോഴാണ് അവർക്ക് അവർ ചിന്തിച്ചു, നമ്മൾ എന്തിനാണ് ആത്മഹത്യ ചെയ്ത, ഈ തിന്മകൾക്കെതിരെ പോരാടണമെന്ന് അവർക്ക് തോന്നി, അല്ലെങ്കിൽ പ്രതികരിക്കണമെന്ന് അവർക്ക് തോന്നി. അപ്പോഴങ്ങനെയാണ് അവർ പ്രതികരിച്ചത്. അവർ വിജയം കണ്ടെത്തുന്ന അവസ്ഥയിലേക്ക് വരികയുണ്ടായി. അപ്പോഴൊരിക്കലും അവരൊക്കെ ഈ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നെങ്കിലോ ഈ തിന്മയ്ക്കെതിരെ, അപ്പം ആരും ഒന്നും നടക്കത്തില്ല എന്ന് വെച്ച് ഈ ഞാൻ പറയുന്നല്ലോ, പ്രതിഷേധം, നമ്മളൊരു തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതും അതല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നതും ഒന്നും ഈ ഭരണാധികാരികളോടുള്ള അടങ്ങാത്ത വിരോധം കൊണ്ടാണെന്ന് നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. നിങ്ങൾ നന്മയിലേക്ക് വരണം. എല്ലാവരും നന്മയിലേക്ക് വരണമെന്നാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ നന്മയിലേക്ക് വന്നില്ലെങ്കിൽ, നമ്മൾ കുറച്ച് പേരെ ആത്മഹത്യയിലേക്ക് തള്ളി വിടാൻ കഴിഞ്ഞാൽ ദൈവം അടുത്ത തലമുറയെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ അടുത്ത തലമുറയെ മനസ്സ് കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഇരിപ്പിടം തെറിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യും, കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തം നമ്മുടെ ഒരു തിന്മകൾക്കെതിരെ പ്രതികരിക്കാത്ത നമ്മുടെ ഉത്തരവാദിത്തമില്ലായ്മയാണ് ഇവിടെ ഭരണാധികാരികളെ എന്ത് ചെയ്യുന്നത്, നിലനിർത്തി കൊണ്ടുപോകുന്നത്. ഭരണാധികാരികൾക്ക് ഒരു സമയമുണ്ട് എന്നുള്ളത് സത്യം തന്നെ. പക്ഷേ നമ്മൾ തിന്മകൾക്കെതിരെ പ്രതികരിക്കാതിരുന്നാൽ അവർക്ക് കുറച്ചുകൂടെ കൂടുതൽ സമയം കിട്ടും.
അതാണ് സത്യം. അപ്പോൾ ദൈവം കാര്യങ്ങൾ നടത്താനും കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ മാക്സിമം പ്രവർത്തികളും കാര്യങ്ങളും ചെയ്യുക എന്നതാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് അത് നടന്നില്ലെങ്കിൽ അതിൻ്റെ സമയമാകുമ്പോൾ ദൈവത്തിൻ്റെ വിധി അനുസരിച്ച് കാര്യങ്ങൾ നടക്കും. ഇപ്പോൾ നമ്മൾ കച്ചവടം ചെയ്യുന്നു, അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നു, അതുകൊണ്ട് പല പല കാര്യങ്ങളും ചെയ്യുന്നു. അപ്പം നമ്മൾ മാക്സിമം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതിൽ കാര്യങ്ങൾ നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ നടക്കും. പക്ഷെ നടന്നിട്ടില്ലെങ്കിൽ മാക്സിമം പ്രയത്നിച്ചിട്ട് നടന്നില്ലെങ്കിൽ അതാണ് വിധി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ തീരുമാനം അവിടെ ആ സമയമാകുമ്പോൾ ഉണ്ടാകും. അപ്പം ഞാൻ ഇതിലോട്ട് കൂട്ടി വായിക്കുന്ന ഒരു കാര്യം പറയാം. നമ്മളിപ്പോൾ ഈ പറയുന്ന കണക്ക് ഞാനൊരു ഈ ലോകകപ്പൊക്കെ തുടങ്ങുമ്പോൾ ഒരു അർജൻറ്റീന ഫാനായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷമൊക്കെ അർജൻറ്റീന ഫാനായിരുന്നു. പക്ഷേ അതായത് നമ്മുടെ ഒരു തിന്മകൾക്ക് നേതൃത്വം കൊടുക്കുന്നതല്ല, കുട്ടികളെയൊക്കെ കൊല്ലാൻ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഇസ്രായേലി പ്രധാനമന്ത്രി പുള്ളിക്കാരനും മെസ്സിയും കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ ടീമും കൂടെയൊക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോയൊക്കെ കണ്ടപ്പോൾ ഒരു ചെറിയൊരു വിഷമം തോന്നി. ഓക്കെ, എന്നാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ആദ്യമായിട്ട് നമ്മുടെ ഈജിപ്തുമായിട്ടുള്ളൊരു കളി കണ്ടു. ഈജിപ്തുമായിട്ടുള്ള കളി കണ്ടപ്പോഴാണ് ഈ കളിയിലും വിവേചനവും കള്ളത്തരവും ഒക്കെ ഉണ്ടെന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടത്. അതായത് കറക്റ്റായിട്ടുള്ള കള്ളത്തരങ്ങളാണ് കാണിക്കുന്നത്. ആ കള്ളത്തരത്തിൽ കൂട്ടുനിന്നുകൊണ്ട് എവരും കളിക്കുന്നു. അതിൻ്റെ സ്വന്തം ധാർമ്മിക ബോധവും ഇല്ലാതെ കളിക്കുന്നവർ. നമ്മുടെ ക്രിക്കറ്റിലൊക്കെ ചിലപ്പോൾ ഔട്ട് വിധിച്ചില്ലെങ്കിലും സ്വയം ഔട്ടാണെന്നും പറഞ്ഞിട്ടൊക്കെ ഇറങ്ങി പോണവരുണ്ട്. അതാണ് ക്രിക്കറ്റിൻ്റെ ഒരു സൗന്ദര്യം. അപ്പോൾ ഇവിടെ ഈ കള്ളത്തിന് എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി കള്ളത്തരത്തിന് വേണ്ടി കൂട്ടുനിൽക്കുക. അതിലെ റഫറിയും അതെല്ലാവരും കൂടെ ഒരുമിച്ച് കൂട്ടുനിന്നിട്ട് ജയിക്കാനുള്ള ടീമിനെ തോൽക്കാനുള്ള ടീമിനെ ജയിപ്പിക്കുക എന്നൊരവസ്ഥയിലേക്ക് പോയി. അങ്ങനെ അവര് എല്ലാ കളികളിലും അങ്ങനെ മുമ്പോട്ട് പോയി. അവസാനം ഒരു കളിയിൽ വന്നപ്പോൾ അവർക്ക് അന്തിമമായിട്ട് അവർക്ക് വലിയൊരു പരാജയമുണ്ടായി. അപ്പോൾ അവിടെ സത്യം കൂടെ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. കള്ളത്തരം ഏത് മേഖലയിൽ കാണിച്ചാലും അവസാന നിമിഷം എന്തുണ്ടാവും? അവസാന നിമിഷം പരാജയം ഉണ്ടാവും എന്നുള്ളതിന് അതൊരു തെളിവാണ്. പക്ഷെ നമ്മുടെ ധർമ്മം, നമ്മൾ തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ തെറ്റുകാരെ കൊല്ലാനോ ആക്രമിക്കാനോ ഭീകരവാദം സൃഷ്ടിക്കാനോ ഒന്നിനുമല്ല പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ തെറ്റാണെങ്കിൽ സഹോദര, ഇത് തെറ്റാണ്, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, ആരായിരുന്നാലും ഇത് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ദൈവത്തിൻ്റെ കർമ്മഫലം, ദൈവത്തിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് ഏതെങ്കിലും വഴിയിൽ വന്നിറങ്ങും. അതുകൊണ്ട് നിങ്ങൾ ഈ തിന്മകളിൽ നിന്നും മാറി നിൽക്കണം. ഈ തിന്മകളിൽ നിന്ന് നിങ്ങൾ മാറിയില്ലെങ്കിൽ നാണം കെട്ടുകൊണ്ട് ദൈവം നിങ്ങളെ സമൂഹ മധ്യത്തിൽ വെച്ച് നിങ്ങളെ മാറ്റി നിർത്തും, നിങ്ങളുടെ അഭിമാനം നഷ്ടപ്പെടുത്തും. അപ്പോൾ സമൂഹത്തിൽ കള്ളത്തരങ്ങളും നാണക്കേടുകളും കാണിക്കുന്ന ആൾക്കാരുടെ അഭിമാനക്ഷതമുണ്ടാക്കുന്ന രീതിയിലായിരിക്കും ശിക്ഷകൾ വരുന്നത്. അപ്പോൾ നമ്മൾ സൗഹൃദപൂർവ്വവും സ്നേഹത്തോടു കൂടി അവരുടെ നന്മയ്ക്കായിട്ട് അവരെ അഭിമാനക്ഷതം വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഭരണാധികാരികളായിരുന്നാലും ആരായിരുന്നാലും നിങ്ങൾ ആ തെറ്റ് തിരുത്തണം, നിങ്ങൾ ആ തെറ്റ് മാറ്റണം, അല്ലെങ്കിൽ അയാൾക്ക് നീതി കൊടുക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അത് അംഗീകരിച്ചാൽ വളരെ നല്ല കാര്യമാണ്. അത് ആര് പറഞ്ഞാലും ഞാനൊരു പ്ലസ് പോയിൻ്റായിട്ട് പറയുകയാണ്. ഇപ്പം ഇവിടെ കേരളത്തിൽ എന്തോ മാതൃകാപരമായിട്ട് നമ്മുടെ പഴയ ആരോഗ്യമന്ത്രിയുടെയൊക്കെ ഒരു വിഷയം വന്നപ്പോൾ അത് കേസെടുക്കാൻ ശ്രമിക്കുന്നത് കണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഒരു MLA പേരെ മറന്നുമല്ല, അവരൊക്കെ ഒരു സമരം നടത്തിക്കുന്ന വേദിയിൽ പോയിട്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, നമ്മൾ എന്തുകൊണ്ടായാലും പരിഹാരം ഉണ്ടാക്കാം. അപ്പോൾ ഭരണാധികാരികളോട് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ ഓക്കെ ഞാൻ നോക്കാം എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല മാർഗം. അതല്ലാതെ അതിനെ ന്യായീകരിച്ച് അവസാനം വളരെ നാണക്കേടിൽ വന്ന് നാണം കെട്ട് പുറത്തു പോകേണ്ട അവസ്ഥ
പലർക്കും വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മനുഷ്യരെല്ലാം ഇനി ആരായിരുന്നാലും മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരും അവരുടേതായ ധർമ്മങ്ങളാണ് ഓരോരുത്തരും നിർവഹിക്കേണ്ടത്. അവരവരുടേതായ ധർമ്മങ്ങൾ നിർവഹിച്ചില്ലെങ്കിൽ എന്താണ് അവരവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതല്ലെങ്കിൽ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഒരു കുഴിയിലേക്ക് അറിഞ്ഞുകൊണ്ടെടുത്ത് ചാടണമെന്ന് പറയുന്നില്ല, എങ്കിൽ പോലും നമ്മൾ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? സത്യത്തിന് വേണ്ടിയും ധർമ്മത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഒരുമിക്കുകയും അത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ആരും ശത്രു എന്നുള്ളത് വേണ്ട. അതാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. നമുക്ക് ഒരു ശത്രുവിനെയും സൃഷ്ടിക്കേണ്ട കാര്യമില്ല. ഇത് ചില ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെല്ലാം ശത്രുക്കൾ, അല്ലെങ്കിൽ ഹിന്ദുക്കളെല്ലാം ശത്രുക്കൾ, ക്രിസ്ത്യാനികളെല്ലാം ശത്രുക്കൾ, അതല്ലെങ്കിൽ ദൈവവിശ്വാസമില്ലാത്തവരെല്ലാം ശത്രുക്കൾ, അല്ലെങ്കിൽ ദൈവവിശ്വാസം ഉള്ളവരെല്ലാം ശത്രുക്കൾ. ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് ചെയ്യുകയാണ് പലരും. നമ്മുടെ ഹസീം മുഹമ്മദ് ഒരു ഹായ് ഇട്ടിട്ടുണ്ട്. ഹസീം മുഹമ്മദ് വാച്ച് ചെയ്യുന്നുണ്ട്, സ്വാഗതം. അപ്പോൾ നമ്മൾ ആരും നമ്മുടെ ശത്രുവായി ടാർഗറ്റ് ചെയ്യപ്പെടരുത്. ഏതൊരു വിഷയം വന്നാലും വർഗീയമായി നമ്മൾ കാണാൻ ശ്രമിക്കരുത്. ഇപ്പോൾ ഈ സമരം വന്നപ്പോഴും ഓരോരുത്തർ പറയുകയുണ്ടായി, അതായത് പാകിസ്ഥാന് വേണ്ടിയാണ് ഇവരത് ചെയ്യുന്നത്, അതല്ലെങ്കിൽ റഷ്യക്ക് വേണ്ടി അല്ലെങ്കിൽ ചൈനയ്ക്ക് വേണ്ടിയാണ് അവർ ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഹിന്ദുവിനെ എതിർക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്, മുസ്ലിം തീവ്രവാദമാണ് നടക്കുന്നത് എന്നൊക്കെ പലരും പറയുകയുണ്ടായി. അതിന് ഒരു യാഥാർത്ഥ്യവും ഇല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടുത്തെ പ്രശ്നം മതവും ജാതിയുമല്ല. പക്ഷേ മതവും ജാതിയും പ്രശ്നമാക്കേണ്ടത് പലരുടെയും ആവശ്യമായേക്കാം. ഇപ്പോൾ നമ്മുടെ ക്രോ ജനതാ പാർട്ടിയുടെ അധ്യക്ഷൻ പുള്ളിക്കാരനെ വീട്ടിൽ സ്വീകരിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടതായിരിക്കും. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് തോന്നുന്നു. ആരതി ഒഴിഞ്ഞ് അല്ലേ, അതതിന് തന്നെ നിൽക്കുമ്പോൾ ഇങ്ങനെ തലയൊക്കെ കറക്കിയിട്ടാണ് അവരുടെ അമ്മയോ ഭാര്യയോ സ്വീകരിച്ച് കുറിയൊക്കെ ഇട്ടാണ് അകത്തോട്ട് കയറ്റിയത്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്. പക്ഷേ അദ്ദേഹം ശബ്ദിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസങ്ങൾ കാണും. അത് അവർ പഠിച്ചുകൊണ്ടേ ഇരിക്കട്ടെ, അത് ആചരിച്ചുകൊണ്ടേ ഇരിക്കട്ടെ. അത് മറ്റുള്ളവർക്ക് ദോഷം വരാതിരുന്നാൽ മതി. ഇത്ര മാത്രമേ പ്രശ്നമുള്ളൂ. അതല്ലാതെ ഹിന്ദു അപകടത്തിലാണ്, മുസ്ലിം അപകടത്തിലാണെന്ന് പറയുന്നതും അതല്ലെങ്കിൽ പഠിപ്പിക്കുന്നതും നിങ്ങളെ അടിമയാക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾ ദയവ് ചെയ്ത് പാവപ്പെട്ട ഹിന്ദുക്കളെ, പാവപ്പെട്ട മുസ്ലിങ്ങളെ, പാവപ്പെട്ട ക്രിസ്ത്യാനികളെ മറ്റുള്ള മതക്കാർ ശത്രുക്കളാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യല് പറഞ്ഞ് പ്രകോപിപ്പിക്കരുത്. എല്ലാവരും മനുഷ്യരാണ്. ദൈവം എല്ലാവരെയും മനുഷ്യരായിട്ടാണ് കാണുന്നത്. അതല്ലാതെ ഓരോന്നിലും ഓരോരുത്തരും വിശ്വസിക്കുന്നത് അവരുടേതായ വിശ്വാസങ്ങളോ ആചാരങ്ങളോ ആയിരിക്കും. അതെത്രമാത്രം ദൈവം അംഗീകരിക്കാത്തതെന്ന് നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. എന്നിരുന്നാലും ഓരോരുത്തരുടെയും പ്രവൃത്തി ദൈവം കൃത്യമായി വീക്ഷിച്ചിട്ട് അത് മറ്റുള്ളവന് പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ അതിൻ്റേതായ കർമ്മഫലങ്ങൾ, അല്ലെങ്കിൽ ഒരാൾക്ക് സഹായമുണ്ടാകുന്ന കാര്യമാണെങ്കിൽ അതിൻ്റെ സഹായവും അതിൻ്റെ നന്മയും അവന് ദൈവം തീർച്ചയായിട്ടും കൊടുക്കുമെന്നുള്ളത് സത്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? ഏത് വിഷയം വന്നാലും, അതായത് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ നോക്കാതെ എല്ലാ ആൾക്കാരും കൂടെ ചേർന്ന് അവിടെ സമരം നടത്തിയപ്പോൾ അതിനെ ഹിന്ദുവിനെതിരെ എന്ന് പറയുന്നത് എന്തിനാണ്? അതല്ലെങ്കിൽ അത് പാകിസ്ഥാൻ എന്ന് പറയുന്നത് എന്തിനാണ്? പിന്നെ തീർച്ചയായിട്ടും ഒരു കാര്യം പറയട്ടെ, ഇതിൽ നുഴഞ്ഞു കയറിയിട്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നതും അതല്ലെങ്കിൽ തെറ്റായ ചിന്തകൾ പ്രചരിപ്പിക്കുന്നതും തെറ്റായ മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുന്നതും ഒക്കെ തെറ്റ് തന്നെയാണ്. അതല്ലെങ്കിൽ അന്യായമായി അക്രമങ്ങൾ നടത്തുന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതും തെറ്റ് തന്നെയാണ്. ഞാനിപ്പോൾ അത് നോക്കിക്കണ്ടപ്പോൾ
അക്രമങ്ങൾ കണ്ടപ്പോൾ എനിക്കൊരു വിഷമം, ഞാൻ പോലീസിനെയൊക്കെ ആക്രമിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരു വിഷമം തോന്നി. പക്ഷെ ഞാൻ പിന്നെ അതിൻ്റെ വീഡിയോകളൊക്കെ ഉറക്കം വിഴിച്ചിരുന്ന് കണ്ടപ്പോഴും മനസ്സിലായി എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഈ പാവം കുട്ടികൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് അവരുമായി പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ എന്താണ്, പോലീസിൻ്റെ രൂപത്തിലും അതല്ലെങ്കിൽ വേറെ ആൾക്കാർ വേഷം മാറി വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവരെ ആക്രമിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഇവരെ ആക്രമിച്ചവരെയാണ് തിരിച്ചടിച്ചതായിട്ട് കാണുന്നത്. അതായത് ഒരു ന്യായവും ഇല്ലാതെ ക്രൂരമായി ആക്രമിക്കുമ്പോഴാണ് ഇവർ തിരിച്ചടിക്കുന്നത്. അത് സ്വാഭാവികമായ ഒരു പ്രതികരണമാണ്. പക്ഷേ എന്താണ്, നമ്മളെ രാഷ്ട്രീയ പാർട്ടിക്കാരെ പോലെ, അതായത് ഈ രാഷ്ട്രീയ പാർട്ടിക്ക്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയെന്ന് ഞാൻ പറയുന്നില്ല, പലരും സ്വാർത്ഥരാണ്. അപ്പോൾ ഈ പല സ്വാർത്ഥരായ ആൾക്കാരൊക്കെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ കുറേയൊക്കെ അടിയൊക്കെ കിട്ടുമ്പോൾ അവരതും കളഞ്ഞിട്ടൊക്കെ പോവും, ഒരു ഒത്തുതീർപ്പിനൊക്കെ തയ്യാറാവും, അല്ലെങ്കിൽ പൈസയൊക്കെ കൊടുത്ത് സമരം ഒതുക്കുന്നതൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഒതുക്കാൻ പറ്റും. പക്ഷേ ഈ ചെറുപ്പക്കാർക്ക് തിരിഞ്ഞും പിരിഞ്ഞും നോക്കാനില്ല. അവരുടേതായ ആ ഒരു മനസ്സിൽ അവർക്ക് നീതിയും സത്യവും ഒക്കെ തോന്നിയിട്ട് അവർ അതിനു വേണ്ടി ശക്തമായി നിൽക്കുകയാണ്. അതോടൊപ്പം അവർക്ക് സപ്പോർട്ടായി പലരും കൂടെയുണ്ട്. അതായത് എന്താണ്, അവരാദ്യം പോയപ്പോൾ അവർക്കൊരു സപ്പോർട്ടും ഇല്ലായിരുന്നു. അവർ സമാധാനപരമായിട്ട് സമരം നടത്തി. പക്ഷേ അവരെ ആക്രമിച്ചപ്പോഴാണ് അവർക്ക് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായത്. അപ്പോഴാണ് മനസ്സിലായത്, ഈ കുട്ടികളെയൊക്കെ നിങ്ങൾ ആക്രമിക്കുന്നവരാണോ സമാധാനത്തിൻ്റെയും അതല്ലെങ്കിൽ ശാന്തിയുടെയും ഒക്കെ ആൾക്കാരെന്ന് പറയുന്നവർ. എന്താണ്, അവർ പലതിൻ്റെയും പേരിൽ ആക്രമിച്ചിരുന്നു. അതായത് ഇവൻ തീവ്രവാദിയാണ്, അവൻ രാജ്യദ്രോഹിയാണ് എന്നൊക്കെ പറഞ്ഞ് പലരെയും ആക്രമിച്ചിട്ടുണ്ട്. അപ്പോഴവർ പൊതുജനം വിചാരിച്ചു അവൻ തീവ്രവാദി ആയിരിക്കും, അവൻ രാജ്യദ്രോഹി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ആക്രമിച്ചിരുന്നു. പക്ഷേ ഇതിപ്പോൾ സാധാരണക്കാരനായ എല്ലാ മതങ്ങളിലുമുള്ള ആൾക്കാർ ഒരുമിച്ച് കുട്ടികൾ എന്നുള്ള രൂപത്തിൽ, ജെൻസികൾ എന്ന രൂപത്തിൽ വന്നിട്ട് എന്ത് ചെയ്തു, അവർ പ്രകടനം നടത്തിയപ്പോൾ അവരെ അന്യായമായി ആക്രമിച്ചപ്പോഴാണ് അവർക്ക് ബോധ്യമായത്, അയ്യോ ഇത് വെറുതെയുള്ള അക്രമമാണല്ലോ. സ്ത്രീകളെയൊക്കെ പോലീസുകാരെന്താണ്, ഞാനൊരു ഫേസ്ബുക്ക് റീലും ഇട്ടിരുന്നു, ലാത്തി കൊണ്ട് അവരുടെ മർമ്മഭാഗങ്ങളിൽ എന്താണ് കുത്തുന്ന വീഡിയോ, അതല്ലെങ്കിൽ ഇതിനിടയിൽ കൂടെ അവരെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇതൊക്കെ ശത്രുതാപരമായ മനോഭാവത്തിൽ അത് ഒരു ജനാധിപത്യ ബോധവും ഇല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ അങ്ങനെ അനീതി കാണിച്ചപ്പോൾ ജനത്തിൻ്റെ ദൈവികത, അതാണ് ദൈവിക ബോധം ഉയർന്ന ജനത്തിൻ്റെ ഈ ദൈവികത എന്ന് പറയുന്നത് തന്നെ നീതിബോധവും സമാധാനവും ഒക്കെ ഒരാളിൽ ഉണരുകയാണെങ്കിൽ അത് ദൈവികതയാണ്. അതാണ് ദൈവികത. അതല്ലാതെ പള്ളിയുടെയും അമ്പലത്തിൻ്റെയും പേരിൽ അക്രമം അഴിച്ചു വിടുകയും ആൾക്കാരെ കൊല്ലുകയും ചെയ്യുകയുമൊക്കെ ചെയ്യുന്നത് അതൊക്കെ പൈശാചികതയാണ്. അതാണ് പൈശാചികത എന്ന് പറയുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ അങ്ങനെ അവരെ അടിച്ചമർത്താം എന്ന് വിചാരിച്ചപ്പോഴാണ്, ചിലപ്പോൾ അടിച്ചമർത്തിയിരുന്നില്ലെങ്കിൽ ഇപ്പോഴും അവർ സമരവുമായിട്ട് അവിടെ ഉണ്ടാവുമായിരുന്നു. അടിച്ചമർത്താൻ ശ്രമിച്ചതാണ്. കുട്ടികളെ എന്തിൻ്റെ പേരിൽ അടിച്ചമർത്തും ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്നിട്ടും കുറച്ച് ആൾക്കാർ അവിടെ ഒന്നോ രണ്ടോ പേര് മതം പറയാൻ പോയി. അപ്പോൾ അവരെയും പൊക്കി പിടിച്ചുകൊണ്ടൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നിന്നായിരുന്നു. പക്ഷേ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, ഓരോ ഹിന്ദുവും മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഹിന്ദുവിന് ഇവിടെ ഒരു പ്രശ്നവും ഇല്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒരു മുസ്ലിമും, ഞാൻ അടിവരയിട്ട് പറയാം, ഒരു മുസ്ലിമും ഒരു ഹിന്ദു അപകടത്തിലോട്ട് വീണാല് അവൻ ആ ജീവൻ ത്യജിച്ചും അവനെ രക്ഷിച്ചാൽ ഇദ്ദേഹത്തിന് സ്വർഗം കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരാണ്. നമ്മൾ കണ്ടല്ലോ, എന്താണ്, ഒരു തിരുവനന്തപുരത്ത് ഒരു ഓടയിൽ വീണ ഒരാളെ രക്ഷിച്ചത്. ഞാൻ മതം പറയണേന്ന് പറഞ്ഞല്ലേ, ഇത്രയേറെ മതത്തിൻ്റെ പേരിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത് കൊണ്ടാണ് പറയുന്നത്. അങ്ങനെയാണ് മുസ്ലിമിൻ്റെ വിശ്വാസം. അതായത് എന്താണ്, ഒരാൾ മരിക്കാനായിട്ട് പോയാൽ നമ്മൾ അവരെ രക്ഷിച്ചാൽ എന്താണ്, ഇവന് സ്വർഗം കിട്ടുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്.
ഇനി അതിൻ്റെ മറ്റു വിഷയങ്ങൾ അവിടെ നിൽക്കട്ടെ, അതിൻ്റെ യുക്തിയും യുക്തിബോധവും ഒക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞത് അവരുടെ വിശ്വാസം. അപ്പോൾ ജീവൻ ത്യജിച്ചുകൊണ്ടും ഇവിടുത്തെ ദലിതനെയും ഇവിടുത്തെ ഹിന്ദുവിനെയും ബ്രാഹ്മണനെയും ആരും ആകട്ടെ, ഇനി ഒരു RSSകാരൻ തന്നെ ആകട്ടെ, ഒരു RSSകാരൻ എന്ന് പറയുന്ന ആളായിരുന്നാലും ഏത് തീവ്ര ഹിന്ദു പോലും ആവട്ടെ, അവനൊരു അപകടത്തിൽപ്പെട്ടാൽ പെട്ടെന്ന് അവരെ രക്ഷിക്കുന്നത് മനുഷ്യത്വമാണ്, അല്ലെങ്കിൽ മനുഷ്യരാണ്. ആ മനുഷ്യനെ രക്ഷിച്ചാൽ എനിക്ക് ദൈവത്തിൻ്റെ നന്മ കിട്ടുമെന്ന് പറഞ്ഞ് അവരെ രക്ഷിക്കുന്നവരാണ് എന്താണ് മുസ്ലിങ്ങളെന്ന് പറയുന്നവർ. അത് എനിക്ക് നമ്മുടെ ഈ സൊസൈറ്റിയിലുള്ളതുകൊണ്ട് അവരുടെ ഒരു മൈൻഡ് നമുക്കറിയാം. എത്രമാത്രം തീവ്രമായിട്ട് ഈ ഇസ്ലാം മതത്തിൽ നിൽക്കുന്നു, അത്രമാത്രം തീവ്രമായിട്ട് എന്ത് ചെയ്യും, അവർ ജീവൻ ത്യജിച്ചും മറ്റുള്ളവരെ രക്ഷിക്കും. ചിലപ്പോൾ അഴകഴമ്പൻ മുസ്ലിമായിട്ട് നടക്കുന്നവർ ചിലപ്പോൾ പെല്ല സ്കിപ്പാവും, ഒരു വിഷയം വരുമ്പോൾ സ്കിപ്പാവും എന്ന് പറയാം. അപ്പോൾ തീവ്രമായിട്ട് നിൽക്കുന്നവരെന്ത് ചെയ്യും, അവർക്ക് വേറൊരു ചിന്തയില്ല. ദൈവം എന്നോട് പറയുന്നത് അവരെ രക്ഷിക്കാനാണ്, ഞാൻ പെട്ടെന്ന് പോയി രക്ഷിക്കുന്നു. അപ്പോൾ ആ ഒരു മൈൻഡിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഈ അധികാരം, അതായത് ഇപ്പോൾ ഭൂരിപക്ഷം ആരോ ഉണ്ടോ, ഭൂരിപക്ഷത്തിൻ്റെ മതപരമായി അവരെ അവരുടെ വികാരം വികാരത്തോടുകൂടിയും പള്ളിയും അമ്പലവും എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ വികാരത്തെ ചൂഷണം ചെയ്ത് ഒരുമിച്ച് നിർത്തി വർഗീയമായി സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ആണിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എല്ലാം സാധാരണ ഹിന്ദുസും നമ്മൾ ഒരുമിച്ച് ചായക്കടയിൽ പോകുന്നു, നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിയുന്നു, ഒരുമിച്ച് ജോലി ചെയ്യുന്നു. പക്ഷേ ഫേസ്ബുക്കിലോട്ട് വന്നാൽ നമ്മളുടെ നിറവും രൂപവും ഒക്കെ മാറും. നമ്മളവിടെ സംഖ്യയും സുഡാപ്പിയും ഒക്കെ മാറുന്നു. അതല്ലെങ്കിൽ നമ്മൾ വർഗീയ വിഷം ചീറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വന്ന് പറഞ്ഞാൽ നമ്മൾ താല്പര്യക്കാരുടെ പിടിയിലാണ് നമ്മൾ അകപ്പെട്ടിരിക്കുന്നത്. അതായത് എങ്ങനെയെങ്കിലും ജാതിയും മതവും വന്ന് പറഞ്ഞ് അധികാരത്തിൽ വരുന്നവരുടെ പിടിയിൽ നമ്മൾ അകപ്പെട്ടത് കൊണ്ടാണ് അപ്പോൾ അവർക്ക് ഒരു കൂട്ടരെ ഒരുമിച്ച് നിർത്തിയിട്ട് ആ വോട്ടെല്ലാം ഒരുമിച്ച് ഒരു പെട്ടിയിലോട്ട് വീഴ്ത്തണം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അമ്പലത്തിൻ്റെയും പള്ളിയുടെയും ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും പ്രശ്നം പറഞ്ഞാലേ ശരിയാവുകയുള്ളൂ. 1950 മുമ്പേ തന്നെ ഏകദേശം നമുക്കിവിടെയുള്ള പള്ളികളും അമ്പലങ്ങളും എല്ലാം അതേ സ്റ്റാറ്റസ് കോയിൽ നിലനിർത്തണമെന്ന് നിയമം ഭരണഘടനാപരമായി തന്നെ എല്ലാം എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരു യഥാർത്ഥ പഠിച്ചിട്ടുള്ള ഒരു മുസ്ലിമും എന്ത് ചെയ്യില്ല, ഒരിക്കലും അന്യായമായി ഒരു അമ്പലവും തകർക്കാൻ പോവില്ല, ഒരു അമ്പലത്തിൻ്റെയും മലിനപ്പെടുത്താൻ പോവില്ല. ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ മറ്റുള്ളവരുടെ മതചിഹ്നങ്ങളെ അപഹസിക്കരുത്. മറ്റുള്ളവരുടെ മതചിഹ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങളും ആരാധനകളും ആരാധനാപാത്രങ്ങളും പൊട്ടും കുറിയും മാലയും ശംഖും ഒക്കെയാണ് മതചിഹ്നങ്ങൾ എന്ന് പറയുന്നത്. ഇതിനെയൊന്നും അപഹസിക്കരുത് എന്ന് പറഞ്ഞാൽ അപമാനിക്കരുത്, പരിഹസിക്കരുത് എന്നാണ് ഖുർആനിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഖുർആൻ പഠിച്ചിട്ടുള്ള ഒരുത്തൻ ആ ഖുർആനെ അനുസരിക്കുമോ? ഖുർആനെ അനുസരിക്കുകയില്ല ചെയ്ത്. അപ്പോൾ ഖുർആൻ പഠിച്ചാൽ മറ്റുള്ള മതക്കാരെ എന്ത് ചെയ്യില്ല, അപമാനിക്കുകയില്ല, പരിഹസിക്കുകയില്ല. ആ കാര്യമല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അപ്പം ഞാൻ പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഖലീഫ ഉമറിൻ്റെ കാലത്ത് തന്നെ ഒരു ക്രിസ്ത്യൻ പാതിരി വന്നു പറഞ്ഞു, ഇത് നിങ്ങളുടെ അനുയായികൾ അന്യായമായി നമ്മളെ പിടിച്ചിട്ടാണ് ഈ ഇവിടെ പള്ളി നിർമ്മിച്ചത്. അപ്പം അതുകൊണ്ട് അത് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്താണ് ചെയ്തത്, സ്വയം എന്ത് ചെയ്തു, അത് നിങ്ങൾ എടുത്തോളൂ, നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് സ്വന്തം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അനുയായികളോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ അപ്പം ഇത് കണ്ട് ആ പാതിരി എന്ത് ചെയ്തു, ഇത്രയും ഉന്നതമായ ഒരു ആദർശമാണോ ഇത് എന്ന് പറഞ്ഞിട്ട് ആ ആദർശം സ്വീകരിക്കുകയാണ് ചെയ്തത്.
അപ്പം അതവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ മുസ്ലിമിന് ഒരിക്കലും എന്തില്ല, ഇവിടുത്തെ ഒരു ഹിന്ദുവിനോടും ശത്രുതയില്ല. പിന്നെ എങ്ങനെയാണ് ഈ കഞ്ചാവ് കച്ചവടം നടത്താൻ വേണ്ടിയും അതല്ലെങ്കിൽ ആയുധ കച്ചവടത്തിന് വേണ്ടിയും തീവ്രവാദികളെ പൈസയ്ക്ക് സൃഷ്ടിക്കേണ്ടത് ചിലരുടെ ആവശ്യമാണ്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ തീവ്രവാദികൾ. അതല്ലെങ്കിൽ ഇവിടെ തീവ്രവാദമുണ്ടെന്ന് പറഞ്ഞിട്ട് ആ തീവ്രവാദം ഒരു മതത്തിൻ്റെ പേരിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് മറ്റൊരു മതത്തെ ഏകീകരിച്ചുകൊണ്ട് ആ വോട്ടുകളെല്ലാം ഒരു പെട്ടിയിൽ വീഴട്ടെ എന്ന് പറഞ്ഞിട്ട് കളിക്കുന്ന കളി ഉണ്ട്. മതം വെച്ചുള്ള കളി കളിച്ച് അധികാരത്തിൽ വന്നിട്ട് അഴിമതികൾ കാണിച്ച് കോടികളും ലക്ഷങ്ങളും ഉണ്ടാക്കുന്ന പരിപാടി. മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പലത്തിൻ്റെയും പള്ളിയുടെയും പേരൊക്കെ പറഞ്ഞിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും കലാപവും ഉണ്ടായിട്ട് അധികാരത്തിൽ വന്നിട്ട് ആദ്യമായി സന്ദർശിക്കാൻ പോകുന്നത് പാകിസ്ഥാനിലോട്ടാണ്, അല്ലെങ്കിൽ UAE മുസ്ലിം രാഷ്ട്രങ്ങളിലേക്കാണ്. അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ ചേതന എന്ന് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ചോദനയെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ വോട്ട് ലഭിക്കാൻ വേണ്ടി മുസ്ലിം കുഴപ്പമെന്ന് പറയുകയും പിന്നെ മുസ്ലിം രാജ്യങ്ങളിലേക്ക് വിജയിച്ചതിന് ശേഷം പോകുന്നു. അപ്പോൾ ഇത് ഇരട്ടത്താപ്പാണെന്ന് സാധാരണ ഹിന്ദു മനസ്സിലാക്കണം. ഞാനിവിടെ വർഗീയതയല്ല പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഹിന്ദുവിനെയും മുസൽമാനെയും ഒന്നും കൊല്ലാൻ താല്പര്യക്കാരല്ലാത്ത മറ്റാരും ശ്രമിക്കുന്നില്ല എന്ന്. ഇതിൽ ആരും വീണു പോകരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. അതായത് സാധാരണ ഒരു ഹിന്ദുവിനും അവർ ചിലപ്പോഴും നമ്മളൊക്കെ മതത്തിൻ്റെ പല കാര്യങ്ങളും ചിലപ്പോൾ നിസ്സാരമായിട്ടൊക്കെ പറയും, അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ടൊക്കെ പറയും. അത് കേൾക്കുന്ന പല ഹിന്ദു സുഹൃത്തുക്കളും പേടിച്ചുകൊണ്ട്, അയ്യോ അങ്ങനെ ആ ഒരു റെസ്പെക്റ്റോ അങ്ങനെയൊന്നും പറയില്ല, അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ. അപ്പം നമ്മൾ ചില തെറ്റായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് പക്ഷേ ഹിന്ദുസിനോടാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ അങ്ങനെ പറയില്ല. ആ ഒരു അത്ര റെസ്പെക്റ്റ് ചെയ്യുന്നതാണ് സാധാരണ ഇവിടുത്തെ ഹിന്ദു. ആ സാധാരണ പാവപ്പെട്ട ആ ഹിന്ദുവിനെ ഏതെങ്കിലും ഒരു കഞ്ചാവുകാരൻ ബോംബും വെച്ച് കെട്ടി എവിടെയെങ്കിലും കൊണ്ട് പൊട്ടിച്ചിട്ട് അത് മുസ്ലിം തീവ്രവാദമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഹിന്ദുക്കളെ കൊല്ലാനാണ് വരുന്നതെന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾ ഒരിക്കലും ആരും വിശ്വസിക്കരുത്. ഇതൊക്കെ രാഷ്ട്രീയമാണ്. അതല്ലെങ്കിൽ അധികാരത്തിലേക്ക് വരാൻ വേണ്ടി പല പരിപാടികളും എന്ത് ചെയ്യും, ഈ അധികാരത്തിൽ ഇരിക്കുന്നവർ ചെയ്യും. പക്ഷേ നമ്മുടെ കുട്ടികളും നമ്മുടെ സ്ത്രീകളും നമ്മുടെ വൃദ്ധന്മാരായ മാതാപിതാക്കളുമൊക്കെ ഒരു കലാപമുണ്ടായാൽ അതിൽ അകപ്പെട്ടു പോകുമെന്നുള്ള സത്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. പ്രത്യേകിച്ച് കേരളത്തെ പോലെയുള്ള നാട്ടിൽ. പക്ഷേ കേരളത്തിൽ നമ്മളിപ്പം ഡയറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയുന്നില്ലെങ്കിലും സോഷ്യൽ മീഡിയ എടുത്ത് വെച്ചാൽ എന്തുമാത്രം വർഗീയതയാണ് പറയുന്നത്. എങ്ങനെ പറയാൻ കഴിയുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതായത് എല്ലാ വിഷയങ്ങളും ഇവിടെ ഹിന്ദുവിനെതിരാണ്. ആരാണ് ഹിന്ദു എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. ഹിന്ദുക്കളെ തന്നെ പല തട്ടുകളായിട്ട് നിർത്തിച്ചിട്ട് പരസ്പരം വിവാഹം പോലും കഴിപ്പിക്കുന്നില്ല. അപ്പോഴാണ് നമുക്ക് പറയേണ്ടത്, ഹിന്ദുവായിരുന്നാലും ക്രിസ്ത്യാനി ആയിരുന്നാലും മുസൽമാനായിരുന്നാലും ഇതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികൾ മാത്രമാണ്, ദൈവത്തിൻ്റെ മക്കൾ മാത്രമാണ്, നമ്മുടെ സഹോദരങ്ങളാണെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ നിന്ന് ഉന്നത ദൈവത്തിന് ഇഷ്ടപ്പെടുന്നവരെന്ന് പറയുന്നത് നല്ല പ്രവർത്തികൾ, മനുഷ്യത്വപരമായ പ്രവർത്തികൾ ചെയ്യുന്നവരും സഹായ മനസ്ഥിതിയുള്ളവരുമൊക്കെയാണ് ദൈവത്തിൻ്റെ ആൾക്കാർ എന്ന് പറയുന്നവർ. അല്ലാതെ വർഗീയത കാണിച്ച് മതവിരോധം കാണിക്കുന്നവരല്ല, പരസ്പരം മതവർഗീയത കാണിക്കുന്നവരല്ല ദൈവത്തിൻ്റെ ആൾക്കാർ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എല്ലാവരും. അവൻ താടി വെച്ചത് കൊണ്ടോ തൊപ്പി വെച്ചത് കൊണ്ടോ
അതല്ലെങ്കിൽ കുറിയിട്ടത് കൊണ്ടോ ചരട് കെട്ടിയത് കൊണ്ടോ അത് ദൈവത്തിന്റെ മക്കളാവാതിരിക്കുന്നില്ല. മതത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും പേരിൽ പല അന്ധവിശ്വാസങ്ങളിലും പലരും അകപ്പെട്ടു പോയിട്ടുണ്ടാവാം. പക്ഷേ എന്ന് വെച്ച് അവൻ ദൈവത്തിന്റെ മക്കളാകാതിരിക്കുന്നില്ല. അപ്പോൾ അവരെ നമ്മൾ വെറുക്കേണ്ട കാര്യമില്ല. അവന്റെ ബുദ്ധിയോട് നമ്മൾ സംവദിക്കുക. നീ മതപരമായി മണ്ടത്തരം കാണിക്കുന്നെങ്കിൽ നീ മണ്ടത്തരമാണ് കാണിക്കുന്നത്, ദൈവത്തിന് ഇതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് നോർമലായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്ന ഒരു വിഷയം. അപ്പോൾ നമ്മൾ തുടങ്ങി വന്നതെന്ന് പറയുമ്പോൾ ഈ സമരത്തിൽ നിന്നാണ്. അപ്പോൾ അവിടെ സമരത്തിൽ അപ്പോൾ എല്ലാവരും പരാജയപ്പെട്ട സ്ഥലത്ത് ഒരു യുവതയെ കൊണ്ട് ദൈവം വാണിംഗ് കൊടുക്കുകയാണ്. ഒരു യുവതയെ കൊണ്ട് ദൈവം വാണിംഗ് കൊടുക്കുകയാണ്, നിങ്ങൾ ഇനിയെങ്കിലും നല്ല രീതിയിൽ പ്രവർത്തിക്കണം. അപ്പോൾ ആ യുവതയ്ക്ക് വേണ്ടി ചർച്ച ചെയ്യാൻ എല്ലാ RSSന് വേണ്ടി അവരെ പറയേണ്ടി വന്നു, എന്താണ് യുവാക്കളുടെ കാര്യം ചർച്ച ചെയ്യണമെന്ന്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വർഗീയത നിലനിന്ന് നമ്മളെ രാജ്യം പുരോഗമിക്കരുതെന്ന് മനുഷ്യരെ പച്ചയ്ക്ക് കൊല്ലുന്ന പലർക്കും ആഗ്രഹമുണ്ട്. അവർക്ക് വേറെ ഒരു ചിന്തയുമില്ല. അവർക്ക് വെള്ളമടിക്കണം, സുഖിക്കണം എന്നുള്ളതല്ലാതെ വേറെ ചിന്തയൊന്നുമില്ല. അപ്പം മറ്റു രാജ്യങ്ങളൊന്നും സാമ്പത്തികമായി ഉന്നതിയിൽ വരരുതെന്ന് ആഗ്രഹമുള്ളവർ അവർ തീവ്രവാദികളെ ഇവിടെ ഇറക്കും. അവര് ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിലടിപ്പിക്കും. അപ്പോൾ ഒരിക്കലും നമ്മളതിന് കൂട്ടുനിന്നാൽ ദൈവത്തിൻ്റെതായ കർമ്മഫലം തീർച്ചയായിട്ടും നമുക്കിവിടെ ഉണ്ടാകും. അപ്പോൾ അതിനുള്ള ഒരു ദൈവത്തിൻ്റെ നമ്മളൊന്ന് പ്രതികരിക്കാൻ തയ്യാറായാൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതിനുള്ള തെളിവാണ് നമ്മുടെ യുവാക്കളുടെ ഈ പ്രകടനം. അത് ആരെയും അധിക്ഷേപിച്ചുകൊണ്ടോ അക്രമം കാണിച്ചുകൊണ്ടോ ആവണമെന്ന് പറയില്ല. ന്യായമായ പ്രതിഷേധം. അങ്ങനെ ന്യായമായ പ്രതിഷേധം അടിച്ചമർത്തുമ്പോൾ, അല്ലെങ്കിൽ അന്യായമായി അടിച്ചമർത്തുമ്പോൾ ചിലപ്പോൾ അത് പ്രതിരോധിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാലും അതിലും ഒരുപാട് ആൾക്കാർ നുഴഞ്ഞു കയറാൻ ചാൻസ് ഉണ്ട്. അത് ശ്രദ്ധിക്കേണ്ടത് നല്ലത് തന്നെയാണ്. അതല്ലെങ്കിൽ സമരത്തെ അക്രമാസക്തമായി കൊണ്ടുപോയിട്ട് അത് പൊതുജനങ്ങളുടെ ഇടയിൽ തെറ്റായ അഭിപ്രായം കൊണ്ടുവരാനുള്ള പരിശ്രമവും ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ദൈവികമായ ഒരു വിജയം ഇതിലുണ്ടായി. അതിൽ നമ്മൾ ആരെയും കൊച്ചാക്കണ്ട. നല്ല രീതിയിൽ ഇനിയെങ്കിലും നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കാനും വർഗീയമായി മനുഷ്യരെ വിവേചിക്കാതിരിക്കാൻ ഭരണാധികാരികൾക്ക് ഇതൊരു വാണിംഗ് ആകട്ടെ. ഇനി ശ്രദ്ധിക്കുക, ഇനി പുതിയ തലമുറ, ഇനി സോഷ്യൽ മീഡിയ തലമുറയാണ്. എല്ലാവരും, പുതിയ തലമുറ എന്നല്ല, എല്ലാവരും ഈ സോഷ്യൽ മീഡിയ കാണുന്നവരാണ്. എല്ലാവർക്കും എല്ലാം അറിയാമെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരും പച്ചയായ യാഥാർത്ഥ്യങ്ങൾ കാണുന്നവരാണ്. അപ്പോൾ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ പരിശ്രമിക്കരുത്. പ്രത്യേകിച്ച് എക്സ്ട്രാ ഡബിൾ ട്രിപ്പിൾ ബുദ്ധിയുള്ള നമ്മളെ ജെൻസി. ഇപ്പം ഈ സോഷ്യൽ മീഡിയ ഇരിക്കുന്ന കുറച്ച് പരട്ട് കിളവന്മാർ അങ്ങനെ പറയേണ്ടി വരുന്നു. കുറച്ചെന്നേ പറയുന്നുള്ളൂ കേട്ടോ, ബാക്കിയുള്ളവർ അങ്ങനെ പറഞ്ഞുകൂടാ. ഒരുത്തൻ പറയുകയാണ്, നിങ്ങൾ ഹിന്ദുക്കള് മുസ്ലിങ്ങളെ കല്യാണത്തിന് പോലെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കല്യാണത്തിന് വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞൊരു പരട്ട കിളവൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നല്ലോ. അപ്പോൾ അതിനെയൊക്കെ നന്നാക്കി എടുക്കാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. അപ്പോൾ അതങ്ങനെ കിടക്കട്ടെ, അതിന് വലിയ കഴിവൊന്നുമില്ല. അങ്ങനെയൊന്നും അല്ല നമ്മളിവിടെ ജീവിക്കുന്നതെന്നും സാധാരണ ഹിന്ദുവിനോട് പറഞ്ഞാലും അത് കേൾക്കില്ലെന്നും എല്ലാവർക്കും അറിയാം. പക്ഷേ മദ്യപാനം വെള്ളമൊക്കെ അടിച്ചുകൊണ്ടൊന്നും തലയിലുള്ള വർഗീയത വെളിയിലോട്ട് വരുന്നതാണ്. പക്ഷേ അതേപോലെ അത് പഴയ തലമുറയിലുള്ളതാണ്. അത് മാറ്റിയെടുക്കാൻ വലിയ പാടാണ്. ചില പഴയ പെണ്ണുങ്ങളെ മാറ്റിയെടുക്കാൻ വലിയ പാടാണെന്ന് പറയുന്നത് പോലെയാണ്. അത് ജീനിൽ തറച്ചു പോയി അഴുക്ക സ്വഭാവം. അതുപോലെ തന്നെയാണ് ചില സ്വഭാവങ്ങൾ തറച്ചു പോയിട്ടുണ്ട്. പക്ഷേ പുതിയ തലമുറ അങ്ങനെയല്ല. പുതിയ തലമുറ നിങ്ങളെ മതം പറഞ്ഞ് പറ്റിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട.
നിങ്ങൾക്ക് വികസനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പറയാൻ കഴിയും, വികസനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. പക്ഷേ മതവും ജാതിയും വർഗവും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരസ്പരം നമ്മളെ സഹോദരങ്ങളെ തമ്മിലെടുപ്പിക്കാൻ നമ്മൾ ആരെയും അനുവദിക്കരുത്. നമ്മൾ എന്താണ് എല്ലാവരും ഇവിടെ ഒരുമിച്ചാണ് നമ്മൾ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോകുന്നത്. പരസ്പരം എല്ലാ ആഘോഷങ്ങളിലും വിവാഹങ്ങളിലും എല്ലാം പരസ്പരം നമ്മൾ സഹകരിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്നെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് രണ്ടാമതൊരു കാര്യം പറയാൻ വെച്ചതെന്ന് പറഞ്ഞാൽ, നമ്മുടെ യുക്തിവാദി സഹോദരങ്ങൾ കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരെല്ലാം എന്ത് കാര്യം പറഞ്ഞാലും എന്താണ്, അവർക്ക് ഒരു മതത്തിനെ വിമർശിക്കുക എന്നുള്ളത് മാത്രമേ അവർ ടാർഗറ്റ് ചെയ്യൂ. എന്ത് വിഷയം വന്നാലും ഒരു മതത്തിനെ വിമർശിക്കുക, അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. അവർ ഈ സമരവും ചെയ്യാൻ പോണില്ല, അതുപോലെ തന്നെ ഒരു ചാരിറ്റി പ്രവർത്തനം, ഒരാളെ സഹായിക്കുന്ന പ്രവൃത്തിയും ചെയ്യാൻ പോകുന്നില്ല. അവർക്ക് ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു മതത്തിന് ഈ പറഞ്ഞാൽ തോന്നും ഈ മതത്തിൽ മാത്രമേ ഇത്ര ഈ കുറേ കാര്യങ്ങൾ മതത്തിൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇസ്ലാം മതത്തിലൊക്കെ കുറേ കാര്യങ്ങൾ മതത്തിൻ്റെ പേരിലെന്നും പറഞ്ഞ് പിൽക്കാലത്തോ അല്ലെങ്കിൽ മുൻകാലത്തോ ഒക്കെ എഴുതി വെച്ചിട്ടുള്ള ചില കോപ്രായങ്ങളും പോക്കൃതരങ്ങളൊക്കെ ഉണ്ട്. അതെടുത്തു വെച്ചിട്ട് അത് ഇതിൽ മാത്രമല്ലെന്നേ, അത് എല്ലാ മതങ്ങളിലും പിൽക്കാലത്ത് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് താല്പര്യക്കാർ ഒരുപാട് കാര്യങ്ങൾ എഴുതി കയറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആത്മാർത്ഥമായി പറയുന്നെങ്കിൽ എല്ലാ മതത്തിൻ്റെ ആൾക്കാരെയും പറയുക. അപ്പം ഇത് ടാർഗറ്റ് ചെയ്ത് അത് താല്പര്യങ്ങൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ മറ്റു സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടിയോ പറയുന്നതെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. അവൻ ആർജവത്തോടെ ഉള്ളവനെങ്കിൽ, അവൻ യഥാർത്ഥ ഒരു മതവിരോധിയാണെങ്കിൽ അവൻ എല്ലാ മതങ്ങളിലും കുഴപ്പമുണ്ട്, എല്ലാ കുഴപ്പങ്ങളും പറയുമായിരുന്നു. അപ്പം ടാർഗറ്റ് ചെയ്യപ്പെടുന്നവൻ ഇവിടെ സമരത്തിൽ വിജയിച്ചതൊന്നും അവർക്ക് വിഷയമില്ല. അവർക്ക് അപ്പോഴും എന്ത് വന്നാലും ഈ പറയുന്ന കണക്ക് പൂച്ച എങ്ങനെ വീണാലും മലന്ന് തന്നെ എന്നൊക്കെ പറയുമല്ലോ എന്ന് പറയുന്നത് പോലെ ഇവർ എന്ത് പറഞ്ഞാലും ഇസ്ലാം വിരോധം അല്ലെങ്കിൽ മുസ്ലിം വിരോധം അല്ലെങ്കിൽ ഖുർആൻ വിരോധം, മുഹമ്മദ് നബി വിരോധം, ആ ഒരു ഭാഷയിൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? നിങ്ങളെ യുക്തിവാദികൾ ബുദ്ധിയുള്ളവരെന്നൊക്കെ അല്ലേ പറയണത്? ദൈവം എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് ഉടനെ ക്രമീടി വരും. ദൈവം അവരെ രക്ഷിച്ചോ ഇവരെ രക്ഷിച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരും. നീതിക്ക് വേണ്ടി ശബ്ദിക്കാം. നീതിക്ക് വേണ്ടി ശബ്ദിച്ചാൽ മാത്രമേ ദൈവം സഹായം ഉണ്ടാക്കി തരത്തുള്ളൂ. ദൈവത്തിൻ്റെതായ ഡയറക്റ്റ് സഹായം ഉണ്ടാവും, അത് സത്യം തന്നെ. പക്ഷേ നമ്മൾ ചെയ്യേണ്ട ധർമ്മം നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് നീതി ഉണ്ടാവൂ. അതുപോലെ തന്നെയാണ് നമ്മൾ അനീതി ചെയ്തിട്ട് നമുക്ക് നീതി വേണമെന്ന് പറയുന്നത് അതും ശരിയല്ല. ഞാൻ ഒരു ലൈവ് ചെയ്യണേ, വിളിക്കേ. നമ്മൾ അനീതി ചെയ്തിട്ട് നമുക്ക് നീതി വേണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിച്ചു, ഒരു രാജ്യം ആ രാജ്യത്തുള്ള ആൾക്കാരെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തിട്ട് മറ്റൊരു രാജ്യം വന്ന് തിരിച്ചടിക്കുമ്പോൾ ഇവർ രക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ ഇവർ അപായപ്പെടുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ചെയ്തതിനുള്ള ഫലമാണ് അവർക്ക് കിട്ടണത്. മറ്റു രാജ്യങ്ങളെ കൊണ്ട് ദൈവം ഈ പറഞ്ഞ പരീക്ഷണം കൊടുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ വലിയ അടി കൊടുക്കുന്നവനെ അവന് ദൈവം വേറെ വഴികൂടെ കൊടുക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ വിഷയത്തിലൊക്കെ ചർച്ച ചെയ്തപ്പോഴാണ് ഒരാൾ സംസാരിച്ചത്. അപ്പോൾ അവർക്ക് ആകെ ഒരു മതത്തിനെ വിമർശിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്നതാണ് സത്യം. പിന്നെ അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ചിദാനന്ദപുരി എന്ന് പറയുന്ന ഒരാളുടെ ഒരു പ്രസംഗം കേൾക്കുകയുണ്ടായി. ഇത്രമാത്രം വർഗീയത പറയുന്നത് അദ്ദേഹം കുറേ നല്ല വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ വസ്തു പോലും മറ്റുള്ള മതക്കാർക്ക് വിൽക്കരുത്, നിങ്ങൾ ഹിന്ദുക്കൾ വസ്തു വയ്ക്കുന്നത് ചാരിറ്റി വേറെ ഹിന്ദുക്കളുടേതായ കാര്യങ്ങൾക്ക് കൊടുക്കുക എന്നതൊക്കെ. ഞാനും റിയൽ എസ്റ്റേറ്റ് ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്. ഒരുപാട് പേര് അവർക്ക് എങ്ങനെയെങ്കിലും എൻ്റെ വസ്തു വിറ്റ് എൻ്റെ മോളെ കെട്ടിക്കണം, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ കടം തീർക്കണം, എൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എപ്പോഴും കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കും ആൾക്കാർ, എനിക്ക് ഇത്ര വളരെ അത്യാവശ്യമുണ്ട്, ഒറ്റയ്ക്ക് എനിക്ക് വസ്തു ആർക്കെങ്കിലും കൊടുക്കണം എന്നും പറഞ്ഞ് അവർ വളരെ ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ് മുസ്ലിമിന് വസ്തു കൊടുക്കരുത്, ക്രിസ്ത്യാനിക്ക് വസ്തു കൊടുക്കരുത്, സ്വന്തം മതക്കാർക്ക് മാത്രമേ കൊടുക്കൂ എന്ന് പറയുമ്പം ഇവൻ്റെ വസ്തു കച്ചവടം നടക്കൂല. ഇവൻ കടത്തിൻ്റെ മേൽ കടമായി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതെന്താണ് നിങ്ങൾ ഇങ്ങനെ ഇത്രയും പഠിച്ച ഈ ചിദാനന്ദപുരിയെ പോലെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നത്?
ലോകോ സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പഠിച്ചിട്ട് ഇത് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോഴും ഭരണാധികാരികളും ഇത്തരം വർഗീയത പറയുന്നവരെ നേതാക്കന്മാരായിട്ടിരുന്നിട്ട് ഇത്തരം പച്ച വർഗീയത പറയുന്നവർക്ക് ഒരു കേസ് എടുക്കണം. എത്ര വലിയ കൊമ്പനാണെങ്കിലും വർഗീയത പറയാൻ ആരെയും അനുവദിക്കില്ലെന്ന് പറഞ്ഞ വി.ഡി. സതീശൻ ഉണ്ടല്ലോ. ഈ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ഇങ്ങനെയുള്ള പരാമർശങ്ങൾക്കെതിരെ ശക്തമായ നടപടി എടുക്കണം. അത് മുസ്ലിം വർഗീയത പറഞ്ഞാലും എടുക്കണം, ക്രിസ്ത്യൻ നേതാവ് വർഗീയത പറഞ്ഞാലും, ഹിന്ദുവിന്റെ പേരിൽ പറഞ്ഞിട്ടുള്ള നേതാവാണെന്ന് പറഞ്ഞാലും എടുക്കണം. അവിടെ പൊതുജനം കൂടെ നിൽക്കും. നിങ്ങളെ കൂടെ പൊതുജനം കൂടെ നിന്നാണ് നിങ്ങളെ എന്ത് ചെയ്തത്, ഭരണാധികാരിയാക്കിയെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരണം. നിങ്ങളിൽ നിന്ന് നമ്മൾ അതാണ് പ്രതീക്ഷിക്കുന്നത്. ആര് വർഗീയത പറഞ്ഞാലും അവരെ പൊക്കിയിരിക്കണം, അവരെ കേസെടുപ്പിക്കണം, 2 ദിവസമെങ്കിലും അകത്തിടണം. ഇവിടെ വർഗീയത കേരളത്തിൽ വെച്ച് പൊറുപ്പിക്കില്ലെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് നിങ്ങൾ പ്രത്യേകം കോൺഗ്രസ്സുകാരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സോഷ്യൽ മീഡിയയിലൂടെ വർഗീയമായി പരാമർശങ്ങൾ നടത്തുന്നവരെ നമുക്ക് സിമ്പിളായിട്ട് പിടിക്കാൻ പറ്റും. അവർക്കിപ്പോൾ ഖജനാവിൽ ഒരുപാട് പൈസകൾ കുറവാണ്. കേരളം കടത്തിന്റെ മേൽ കടത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഫേസ്ബുക്ക് വഴി വർഗീയ പരാമർശങ്ങളും പരസ്പരം വിദ്വേഷങ്ങളും പ്രചരിപ്പിക്കുന്നവർക്ക് 1000 മുതൽ 10,000 വരെ പെറ്റി അടിച്ചു കൊടുക്കുക. ചെറിയ കേസെടുത്തിട്ട് പെറ്റി അടിച്ച് അത് അങ്ങനെ നിയമനിർമ്മാണം നടത്തണം. അപ്പൊ ഇവരൊന്നും തള്ളയ്ക്കും തന്തയ്ക്കും വിളിക്കില്ല. ഒരു സാധാരണ മുസ്ലിം ആയിരുന്നാലും സാധാരണ ഹിന്ദു ആയിരുന്നാലും സാധാരണ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അതിന്റെ അടി വന്നിട്ട് നീ മറ്റവനല്ലേ, നീ യവനല്ലേ, നീ അവനല്ലേ, നിന്റെ മറ്റവൻ അങ്ങനെയല്ലേ, നിന്റെ നേതാവ് ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വർഗീയമായി അധിക്ഷേപിക്കുന്ന, അതുപോലെ തന്നെ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന പോസ്റ്റുകളും കമന്റ് ഇടുന്നവർക്ക് പരസ്യമായി ഇവിടെ വിളിച്ചു വരുത്തി അവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയിൽ നിന്ന് തന്നെ പെറ്റി അടപ്പിക്കണം. 10,000 രൂപയൊക്കെ പെറ്റി അടിച്ചു കൊടുക്കണം. ആരും ഒന്നും പറയൂല. അവൻ പഠിക്കണം. പിന്നെ നാളെ അവൻ ഈ കമന്റ് ഇടാൻ വേണ്ടി ഈ കമന്റുകളാണ്, അതല്ലെങ്കിൽ ഇത്തരം പ്രഭാഷണങ്ങളാണ്, അല്ലെങ്കിൽ ഇത്തരം നേതാക്കളാണ് നമ്മുടെ കുട്ടികളുടെയും നമ്മുടെ സ്ത്രീകളുടെയും രക്തവും കണ്ണീരും ചിന്താൻ ഇവിടെ ഇടയാക്കുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കണം. നമുക്ക് കളിച്ച കാര്യമല്ല. ഒരു പിടി വിട്ടാല് നമ്മളെ ആശയങ്ങൾ ആരും നോക്കത്തില്ല. ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ മുസൽമാനാണോ നോക്കിയിട്ട് പരസ്പരം കൊല്ലല് മാത്രമേ നടക്കുള്ളൂ. അവിടെ കുട്ടികളെ നോക്കില്ല, അവിടെ പെണ്ണുങ്ങളെ നോക്കില്ല, സ്ത്രീകളെ നോക്കൂല. അവിടെ സാമൂഹ്യ വിരുദ്ധർ കയറിയിട്ട് എല്ലാവരെയും ബലാത്സംഗം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. കലാപം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ ഈ കലാപത്തിന് വഴിമരുന്നിടുന്നതാണ് ഓരോ വാക്കും, ഓരോ വർഗീയ പരാമർശവും കലാപങ്ങൾക്ക് വഴിമരുന്നിടുന്നതാണ്. അങ്ങനെ ആര് പറഞ്ഞാലും, ഇനി മുസൽമാന്റെ പേര് പറഞ്ഞാലും ഹിന്ദുവിന്റെ പേര് പറഞ്ഞാലും മതമില്ലാത്തവന്റെ പേര് പറഞ്ഞാലും, കുറെ ആരിഫ് ഹുസൈൻ എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ഇത്രമാത്രം മതവിരുദ്ധതയും മതവിദ്വേഷവും എന്നും പറഞ്ഞ് നിയമങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? മതവിദ്വേഷം ഇവിടെ നിയമപരമായി തെറ്റാണ്. ഇത് സ്ഥിരം നമ്മൾ കേട്ടോണ്ട് നിന്നിട്ട് ഉള്ളിൽ ഊറിച്ചിരിക്കുകയല്ല വേണ്ടത്. ഇത്തരം മതവിമർശനങ്ങളും മതവിമർശനവും എന്ന് പറഞ്ഞാൽ മതവിദ്വേഷപരമായി പറയുന്ന സൗഹൃദപരമായി തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം. പക്ഷേ ഈ മതവിദ്വേഷം നടത്തുന്ന ആൾക്കാർക്ക് ഒരിക്കലും സർക്കാർ കൂട്ടുനിൽക്കരുത്. അത് മതത്തിന്റെ ആൾക്കാർ മാത്രമല്ല, യുക്തിവാദികൾ എന്ന് പറഞ്ഞിട്ട് ആരിഫ് ഹുസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എണ്ണം പച്ചയായ മതവിദ്വേഷ പ്രചരണമാണ് ഇവിടെ നടത്തുന്നത്. അപ്പൊ അവർക്കെതിരെ കേസെടുക്കണം. ഒരു കേസ് പോലും ഇവിടെ എടുക്കുന്നില്ല. ആരെയാണ് ഭയപ്പെടുന്നത്? നിങ്ങൾ മതത്തിന്റെ ആൾക്കാർ ചെയ്യേണ്ടത്, മതത്തിന്റെ സംഘടനകൾ ചെയ്യേണ്ടത്, നിങ്ങൾ അവരെ പള്ളു വിളിക്കുകയും ചീത്ത വിളിക്കുകയും ഇല്ല. ഇവിടെ നിയമമുണ്ട്. നിയമപരമായി ഇവർക്കെതിരെ കേസ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നിയമപരമായിട്ട് ഇവിടെ തെറ്റാണ് ഇങ്ങനെ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നത്. അപ്പൊ അവർക്കെതിരെ കേസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് പെറ്റി അടിപ്പിച്ചു കൊടുത്താൽ സർക്കാരിന് ഒരുപാട് വരുമാനം സർക്കാരിന് കിട്ടും. അതുപോലെ തന്നെ ഈ വർഗീയതയും നമുക്ക് കേരളത്തിൽ കുറയ്ക്കാൻ കഴിയും. എന്നിട്ട് നമുക്ക് അപ്പോൾ ഇത്രമാത്രം കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇനി കേരളത്തിൽ ആര് വർഗീയത പറഞ്ഞാലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എതിർക്കണം എന്നുള്ള ലൈനിൽ പോയാൽ ഒരു കുഴപ്പമില്ല. ആരുടെ പേരിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നടക്കുന്നെങ്കിലും നമ്മൾ എതിർക്കണം എന്നുള്ളത് സത്യം തന്നെയാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് മാത്രമാണോ? നമ്മൾ കേരളത്തിലെ സമൂഹം എന്ന് പറയുന്നത് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുക. സാമ്പത്തികമായി വളരെ ചെലവിലാണ്. ഓരോ സാധാരണക്കാരനും
വളരെയധികം ബുദ്ധിമുട്ടി നിൽക്കുന്ന ഈ സമയത്ത് സാമൂഹ്യമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളോടും എൻ്റെ വിയോജിപ്പ് ഞാൻ അറിയിക്കുകയാണ്. ഇന്നും നമ്മളൊരു വളയിടൽ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. വളയിടൽ ഓഡിറ്റോറിയത്തിലൊക്കെ വെച്ചാണ് നടത്തിയെന്നാണ് പറയുന്നത്. ഈ കല്യാണമാണെങ്കിൽ പിന്നും സഹിക്കാം. ഈ വളയിടാനൊക്കെ ഓഡിറ്റോറിയമൊക്കെ എടുത്ത് നടത്തുന്നത് ഞാൻ പോയില്ല. അപ്പോൾ എന്തുമാത്രം ഈ സമൂഹത്തിൽ പൈസ ഇല്ലാത്തവനും അതല്ലെങ്കിൽ പാവപ്പെട്ടവനും വളരെ ബുദ്ധിമുട്ടുമ്പോൾ കല്യാണത്തിന് അടിച്ചു പൊളിച്ച് പൈസയൊക്കെ ഉള്ള രീതിയിൽ നടത്തിക്കോ. പക്ഷെ ഈ ഒരു വളയിടാൻ വേണ്ടിയൊക്കെ എന്തിനാ ഓഡിറ്റോറിയങ്ങളും വളയിടാനും അച്ചാരം വെക്കാനെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓഡിറ്റോറിയങ്ങളടുത്ത് വലിയ രീതിയിൽ നടത്തിയിട്ട് അവരുടെ വിവാഹ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നില്ല. 3 മാസം കഴിഞ്ഞ് എല്ലാം അടിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ആചാരങ്ങളിൽ നിന്നും സമൂഹം ബേക്കിലോട്ട് വരണം. നമ്മുടെ വിലപ്പെട്ട സമയവും അതുപോലെ തന്നെ വിലപ്പെട്ട സമ്പത്തുമൊക്കെ ഇങ്ങനെ നശിപ്പിച്ച് കളയാനുള്ളതല്ല. ആവശ്യത്തിന് വേണമെല്ലാം. അനാവശ്യമായി ഒരിക്കലും പാടില്ല. ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഒരിക്കലും പാടില്ല. വിവാഹത്തിന് മുമ്പും ശേഷവുമുള്ള ഒരുപാട് അനാവശ്യമായ ആചാരാനുഷ്ഠാനങ്ങൾ. എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? കൂടുതലും മുസ്ലിങ്ങളാണ് ചെയ്യുന്നത്. ഞാൻ എടുത്തു പറയാം. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്. ഈ ഇസ്ലാമിൽ വിവാഹം എന്ന് പറഞ്ഞാൽ പുരുഷൻ സ്വന്തം പിതാവ് സ്വന്തം മകളെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു, ഞാനത് സ്വീകരിച്ചിരിക്കുന്നു, 2 സാക്ഷികളുമായപ്പോൾ വിവാഹം തീർന്നു. എന്നിട്ട് സ്ത്രീക്ക് എന്തെങ്കിലും സമ്മാനം നിർബന്ധമായും കൊടുക്കണമെന്നാണ് പറയുന്നത്. ആ മതത്തിന്റെ അനുയായികളാണ് ഈ വളയിടാനും അച്ചാരം വെക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചടങ്ങുകളൊക്കെ വെച്ചിട്ട് വെട്ടി വിഴുങ്ങി ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ അടിച്ച് ഇങ്ങനെ നടക്കുന്നത്. അപ്പൊ ഈ ഇത്തരം ആചാരങ്ങളൊക്കെ നിങ്ങൾ എന്തിനാണ് നടത്തിക്കൊണ്ട് നടക്കണത്? ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല. മുസ്ലിമിന്റെ പേരിൽ എന്തിനാണ് നടത്തുന്നത്? ഇസ്ലാമിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല. മുസ്ലിങ്ങളാണ് കൂടുതലും നടത്തുന്നത്. അപ്പം അതിൽ മുസ്ലിം പണ്ഡിതന്മാർ വേണമെങ്കിൽ അവിടെ പോയിട്ട് അതിന് സപ്പോർട്ട് ചെയ്ത് ഫാത്തിഹ ഓതി കൊടുക്കുകയും ചെയ്യും. അപ്പം പണ്ഡിതന്മാരും ഇത് പ്രത്യേകം ശ്രദ്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ നിന്നും മാറാം. സമൂഹത്തിന്റെ പൈസയാണ്. പാവപ്പെട്ട ഒരു രക്ഷിതാവ് അവരുടെ മകളെയോ മകനോ വിവാഹത്തിന് വേണ്ടി വരികയാണെങ്കിൽ അന്യായമായി അവൻ കടം മറിച്ചും പലിശക്കെടുത്തും പൈസ ചെലവാക്കേണ്ടി വരുമ്പോൾ നാളെ അവൻ പൈസ ഇല്ലാതെ ആത്മഹത്യയിലേക്കും പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എല്ലാം ആവശ്യത്തിന് വേണം എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും പറയാം. അപ്പോൾ ആകത്തുക ഞാനൊരു 5 പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അത് എവിടെയേ പറഞ്ഞങ്ങ് പോയി. അപ്പോൾ കുഴപ്പമില്ല. എന്നാലും ഞാൻ ആ വിഷയങ്ങളെല്ലാം, ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം, ഞാൻ നോട്ട് ചെയ്ത വിഷയങ്ങളെല്ലാം പറഞ്ഞു എന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം. പിന്നെ ഞാൻ പറയാൻ വന്നിരുന്ന ഒരു കേസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പുതിയ ജെൻസി തലമുറ എന്നൊക്കെ പറഞ്ഞിട്ട്, പുതിയ തലമുറ നമ്മൾ പുരോഗമനത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും ഇന്നും എൻ്റെ ഒരു അഭിപ്രായമാണ് അവസാനമായി പറയാനുള്ളത്. അതായത് അത് നിങ്ങൾക്ക് സ്വീകരിക്കാതിരിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായമാണ്. അതായത് നമ്മൾ പുരോഗമനം, നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാതന്ത്ര്യം, സമത്വം, സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഈ കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കണമെന്ന് വെച്ചാൽ, എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 18 വയസ്സ് അതല്ലെങ്കിൽ 20 വയസ്സായ ഒരു പെൺകുട്ടിയെ 20 വയസ്സായ ഒരു പെൺകുട്ടിയെ എന്ത് ചെയ്യുന്നു? അതായത് 20 വയസ്സായ പെട്ടെന്ന് കൊണ്ടുപോയിട്ട് വേറൊരു വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ അടിമപ്പണി, അവിടെ അടിമപ്പണി ചെയ്യാത്തവരുമുണ്ട്, അതൊക്കെ നടക്കട്ടെ. അവിടെ ഭർത്താവിൻ്റെയും മാതാപിതാക്കൾക്ക് വേണ്ടി അടിമപ്പണി ചെയ്യാനാണ് അവിടെ പോയി നിൽക്കുന്നത്. അവളുടെ സ്വാതന്ത്ര്യം അതല്ലെങ്കിൽ അവളുടെ ഓരോരുത്തരും അവരുടെ ഉമ്മയും വാപ്പയെയുമാണ് നോക്കേണ്ടത്. മക്കളുടെ ചുമതലയാണ്. ഇസ്ലാമിലും അതാണ് പറയുന്നത്. പിന്നെ എവിടെയാണ് കിട്ടിയത്? ഈ കെട്ടിച്ചു വിടുന്നതിൽ നിന്നാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. വിവാഹം കഴിക്കുന്നതോടുകൂടി അതല്ലെങ്കിൽ തൊട്ടടുത്ത് താമസിക്കുകയോ, ഒരു സ്ത്രീകൾ അവർ ശബ്ദമില്ലാത്തത് കൊണ്ടല്ലേ, അത് വിവാഹം തന്നെ മടിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോഴത്തെ പുതിയ തലമുറ വിവാഹം മടിക്കുന്നത് എന്തുകൊണ്ടാണ്? 20-21 വയസ്സാകുമ്പോൾ വേറൊരു വീട്ടിൽ പോയി നിന്നിട്ട് അവരുടെ അമ്മായിയിൽ നിന്ന് അവരുടെ വായിരിക്കണ കേൾക്കാനും അവൾ ശീലിച്ചു വന്ന അവളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈകടത്തിക്കൊണ്ട്
അവളുടെ ജീവിതം എവിടെയെങ്കിലും ഹോമിക്കാനാണോ? അതല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളുടെ കൂടെ നിൽക്കാനുള്ള അവകാശം അവൾക്കില്ലേ? അപ്പൊ ഈ വിഷയത്തില് ഈ ഈ ആത്മഹത്യകളും അതുപോലെ തന്നെ സ്ത്രീധന പീഡനങ്ങളും എല്ലാം നടക്കുന്നത് എന്താണ്? ഈ ഒരു സിസ്റ്റത്തിൽ നിന്നാണ്. ഈ സിസ്റ്റം മാറ്റാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ കൂലങ്കഷമായി ചിന്തിക്കുന്നു. ഇത് മതത്തിലുള്ള കാര്യമല്ല, പക്ഷെ സമൂഹത്തിൽ ഉറച്ചുപോയ കാര്യമാണ്. സ്ത്രീ, അതായത് വിവാഹം കഴിക്കുമ്പോഴേ, ഈ വിവാഹം കഴിക്കുന്നത് പോലെ സ്ത്രീക്ക് ഒരു വിലയില്ല. സ്ത്രീക്ക് എന്ത് വേണം? സ്ത്രീക്ക് ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപയ്ക്ക് സ്വർണം മേടിച്ചു കൊടുത്താലേ അവൻ വിവാഹം കഴിച്ചുകൊണ്ട് പോകുള്ളൂ. വിവാഹം കഴിച്ചുകൊണ്ട് പോയിട്ടും എന്താണ്? അവളെ അടിമയാണ് കൊണ്ടുപോണത്. പെണ്ണാകുന്ന അടിമയെ കൊണ്ടുപോയിട്ട് എന്താണ്? അവളെ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ വേല ചെയ്യിപ്പിക്കാനും അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾ അവരവര് നോക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്. അല്ലാതെ ഇസ്ലാമിന്റെ ലൈൻ അതാണ്. നമ്മൾ യുക്തിപരമായി ചിന്തിച്ചാലും അതല്ലേ, സ്വന്തം മാതാപിതാക്കളെയാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മറ്റുള്ളതൊക്കെ നന്മകളാണ്. പിന്നെ നമ്മളെ ബന്ധുക്കളാണ് അവരാവുന്നത്. ഭാര്യയുടെ മാതാവായിരുന്നാലും ഭാര്യയുടെ പിതാവായിരുന്നാലും ഭർത്താവിന്റെ പിതാവായിരുന്നാലും ഭർത്താവിന്റെ മാതാവായിരുന്നാലും അവർ ബന്ധുക്കളാണ്. ബന്ധുക്കളെ നോക്കുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. സ്വന്തം മക്കളെയും മാതാപിതാക്കളെയും നോക്കേണ്ടതാണ് ഫസ്റ്റ് ചുമതല. അപ്പൊ അതുകൊണ്ട് വിവാഹ മേഖലയിൽ ഈ പുരോഗമനം എന്ന് പറയുന്ന കേരളത്തില് ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടിയിരിക്കുന്നു. അച്ചാരം വെപ്പ്, കിച്ചാരം വെപ്പ്, വളയിടല് എന്നൊക്കെ പറഞ്ഞ് കുറെ ആശാന്മാരുണ്ടാക്കി വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പാവപ്പെട്ടവന്റെ പോക്കറ്റ് കീറി, സമയം കീറി, പാവപ്പെട്ടവന്റെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന, എല്ലാവരും ചെയ്യുമ്പോൾ ഇവനും ചെയ്യേണ്ടി വരുന്നു, നിർബന്ധിതാവസ്ഥയിലാവുന്നു. അപ്പൊ ഇതൊക്കെ നിർത്തേണ്ട കാലം കഴിഞ്ഞു. നിങ്ങൾ വിവാഹം പൈസ ഉള്ളവരിത്തിരി അവരുടെ കഴിവനുസരിച്ച് ചെയ്തോ, പൈസ ഉണ്ടെങ്കിൽ. അപ്പൊ ഇതിനൊക്കെ പ്രത്യേക ഓഡിറ്റോറിയം എടുത്ത്, വളയിടലിന് പ്രത്യേക ഓഡിറ്റോറിയം, വച്ചാരം വെപ്പിന് പ്രത്യേക ഓഡിറ്റോറിയം. ഇതൊക്കെ എന്തിനാണ്? എത്രയോ ആൾക്കാർ ചികിത്സിക്കാൻ കഴിവില്ലാതെ എനിക്ക് വേറെ നമ്മക്കൊണ്ട് കഴിയുന്നു. ഞാൻ ഒരാള് കിഡ്നി രോഗമായി 6 ലക്ഷം രൂപ ഓപ്പറേഷനായിട്ട് അവിടെ ശ്രീത്രയിൽ കിടക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇപ്പൊ ഫോൺ വിളിച്ചിട്ട് എടുക്കാറില്ല. അവർക്ക് പൈസ ഇല്ല, എന്തെങ്കിലും ചെയ്യുകാക്കാന്ന് പറഞ്ഞിട്ടപ്പോഴും ഞാൻ എന്ത് ചെയ്തു? ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ 10, 7,000, 8,000 രൂപ എൻ്റെ ഉള്ളത് പിരിച്ചു കൊടുത്തു. ഇപ്പൊ എനിക്ക് അവര് ഫോൺ വിളിച്ചിട്ട് എടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നും കൊടുക്കാനില്ല. ഞാൻ മെസ്സേജ് ഇട്ടു, ഞാൻ മാക്സിമം ഉള്ളത് എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ തന്നു, എനിക്ക് വേറെ മാർഗമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഓരോരുത്തര് ഓപ്പറേഷൻ ചെയ്യാൻ പൈസ ഇല്ലാതെ കിടന്ന് നരകിക്കുമ്പോഴാണ് നമ്മൾ ഈ കോടിക്കണക്കിന് രൂപയുടെ വളയിടാൻ വേണ്ടി അവിടെ ഓഡിറ്റോറിയം എടുത്ത് വളയിടാനും അച്ചാരം വെക്കാനും കോടിക്കണക്കിന് രൂപ ചെലവാക്കുന്നത്. അപ്പൊ ഈ പൈസകള് എന്തിന്റെ പേരിൽ? ഈ പൈസകള് ഈ രോഗികൾക്ക്, ചികിത്സയ്ക്ക് കഴിവില്ലാത്തവർക്ക് കൊടുത്താൽ എത്ര നല്ലതായിരുന്നു. എന്നിട്ടാണ് മകളെ കെട്ടിച്ചയക്കാൻ വേണ്ടി അടിമയെ കൊണ്ടുപോകാൻ വേണ്ടി അവള് വീണ്ടും ഒരുപാട് പൈസ. അപ്പൊ സ്ത്രീകൾ ഉയർന്നു വന്നപ്പോ എന്ത് ചെയ്ത്? അവർക്ക് ഈ ആചാരത്തിനെ എതിർക്കാൻ അവർക്കൊരു കെൽപ്പില്ല. അപ്പൊ അവര് പുതിയ ഐഡിയ, എനിക്ക് വിവാഹത്തിനോട് താല്പര്യമില്ല, ഞാൻ വിവാഹം കഴിക്കില്ല. എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കണില്ലെന്ന് പറയുന്നല്ലേ? 20 വയസ്സ് വരെ അവള് സ്വതന്ത്രമായി ജീവിച്ച വീട്ടിൽ നിന്നും അവളെ ഏതോ ഒരു ചടങ്ങിന്റെ പേരിൽ അവള് വേറൊരു വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവിടെ അടിമപ്പണി ചെയ്യിപ്പിച്ച് അവളുടെ സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് അവിടെ കൊണ്ട് നിർത്തണോണ്ടാണ് അവള് പറയുന്നത്. പോരാഞ്ഞിട്ട് അവളുടെ തന്തയുടെ അവന്റെ ജീവിതകാലം മുഴുവനുള്ള സ്വത്തും എവളെ കൂടെ കൊണ്ടുപോയി അവിടെ അങ്ങ് കൊണ്ടുപോയി കൊടുക്കണം. അതാണ് വിവാഹം എന്ന് പറയുന്ന മഹോന്നതമായ സംഭവം ഈ കേരളത്തിൽ നടക്കണത്. അതിലൊക്കെ പൊളിച്ചെഴുത്ത് വേണം. വിവാഹ ചെലവ് തുല്യമായി പുരുഷനും സ്ത്രീയും തുല്യമായി വഹിക്കണം. ആണിന്റെയും പെണ്ണിന്റെയും വീട്ടിൽ മാറി മാറി നിൽക്കണം. മൂന്നാമതൊരു വീട്ടിൽ വേണമെങ്കിൽ നിൽക്കുന്ന കണ്ടീഷനിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. ഈ പ്രശ്നങ്ങളെല്ലാം മാറി വരാൻ വേണ്ടി മാതാപിതാക്കളെ നോക്കണ്ടെന്നല്ല പറയുന്നത്. മാതാപിതാക്കളെ നോക്കാൻ വേണ്ടി പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടാകണം. നമ്മളെ നോട്ടം എപ്പോഴും വേണം. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ദൂരങ്ങളിൽ നിന്നും പോയി വിവാഹം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്തടുത്തൊക്കെ അറിയാവുന്നവരെ വിവാഹം കഴിക്കണേന് കുറച്ചുകൂടെ നല്ലത്. അപ്പൊ 2 വീട്ടിലെയും മാതാപിതാക്കളെ 2 വീട്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാൻ കഴിയും. അവർ വേണമെങ്കിൽ പ്രത്യേകമായ ഒരു വീട്, അവർക്ക് അവരുടേതായ പ്രൈവസി കിട്ടും. മാതാപിതാക്കളെ പ്രത്യേകം നോക്കാൻ പറ്റും. പൈസ ഉള്ളവര് സ്വന്തം മക്കൾ തന്നെ നോക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പൈസ ഉള്ളവര്
എന്താണ് ഇവൻ്റെ ജോലിയും കളഞ്ഞ് ഇവൻ്റെ ജോലിയൊക്കെ കളഞ്ഞിട്ട് അവൻ പട്ടിണിയായി നിന്നിട്ട് മാതാപിതാക്കളെ നോക്കണമെന്ന് നിർബന്ധമില്ല. അവരെ കെയർ ചെയ്യാൻ വേണ്ടി ഇവൻ പോയി 15,000 രൂപ ശമ്പളം നഷ്ടപ്പെടുത്തി ഇവൻ മാതാപിതാക്കളെ നോക്കാൻ നിൽക്കാനല്ല ചെയ്യുന്നതിന് പകരം ഇവൻ 1,00,000 രൂപ ഉള്ള ജോലി ഉണ്ടാക്കിയിട്ട് അവൻ 20,000 രൂപ കൊടുത്ത് ഇവൻ നോക്കുകയും അതോടൊപ്പം അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി നല്ലൊരു ആളിനെ ആക്കുകയും ചെയ്താൽ ഇത് ഒരാൾക്ക് ജോലിയും 10,000-20,000 രൂപ കിട്ടുന്ന ഒരു ജോലിയും ആവും. അവർക്ക് സംസാരിച്ചിരിക്കാനും അവരെ കാര്യങ്ങൾ നടത്താനും അവരെ ബുദ്ധിമുട്ടുകൾ നടത്താനും ഒരാളും കൂടെ ആവില്ലേ. അപ്പോൾ അതൊന്നും തെറ്റും കുറ്റമൊന്നുമല്ല, അതൊക്കെയാണ് പ്രായോഗികം. അല്ലാതെ മോൻ ജോലിക്ക് പോയിട്ട് അവിടെ ചെന്ന് നിൽക്കുമ്പം ഇവിടെ പെട്ടെന്ന് ജോലി ഉപേക്ഷിച്ച് ഓടി വരേണ്ടി വരും. അപ്പോൾ എല്ലാവരും കെയറായിരിക്കുക, സന്തോഷമായിരിക്കുക, ഹാപ്പിയായിരിക്കുക, സമാധാനപരമായിരിക്കുക എന്നതാണ് നമ്മൾ കാണേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഈ വി.ഡി. സതീശൻ തന്നെ പറഞ്ഞതുപോലെ തന്നെയാണ് മാതാപിതാക്കൾക്ക് അവർക്ക് സംസാരിക്കാനും പറയാനും ഒക്കെ ആരെങ്കിലുമൊക്കെ വേണം. അവർക്ക് മക്കൾ മാത്രം സംസാരിച്ചായിരുന്ന പോരാ, അവർ മറ്റുള്ള അപ്പോൾ അങ്ങനെ സംസാരിക്കാനും കൂടാനും ഒക്കെ ഒരിടം ഓരോ പഞ്ചായത്തിനും അല്ലെങ്കിൽ ഒരു കിലോമീറ്ററിനിടയിലും അവർക്ക് എല്ലാവർക്കും കൂടെ വന്ന് സംസാരിക്കാനുള്ളൊരു കേന്ദ്രങ്ങളും എല്ലാവരും കൂടെ ചേർന്ന് നടത്തണം. എന്നിട്ട് ഇപ്പം മക്കളെത്തി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നെങ്കിൽ തന്നെ അവരവിടെ ആക്കിയിട്ട് പോയാൽ അവരെല്ലാവരും കൂടെ സന്തോഷിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അല്ലാതെ തന്നെ അവർക്കൊരു ഫ്രീഡം കിട്ടാൻ അവർക്കത് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കണം. പലരും ഒറ്റപ്പെട്ടവരുണ്ട്, ഭാര്യ മരിച്ചവരുണ്ട്, ഭർത്താവ് മരിച്ചവരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങളിൽ കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. അതല്ലാതെ നമ്മൾ പുരോഗമിച്ചു പെരുങ്ങര ഉന്നതിയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് മെയിൻ കാര്യങ്ങളിൽ ഇത് നമ്മളെ പെണ്ണുങ്ങളെ മൊത്തം ഇവിടെ അടിമയാക്കിയാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ പെണ്ണുങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവർ പറയും എനിക്ക് വിവാഹം വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ പോയി എനിക്ക് അടിമയായിട്ട് നിൽക്കാൻ വയ്യ. അതാണ്. അപ്പം അതിലൊരു മാറ്റത്തിരുത്തലുകൾ വേണം. പെണ്ണിൻ്റെയും ആണിൻ്റെയൊക്കെ വീട്ടിൽ മാറിയും തിരിഞ്ഞുമൊക്കെ ഇരിക്കട്ടെ. അപ്പോൾ ആർക്കും ദുഃഖിക്കേണ്ടി വരില്ല. ഇനി എത്രയൊക്കെ പറഞ്ഞാലും ഈ പറയുന്നത് പോലെ ഈ അമ്മായിയിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള ഒരു സ്ത്രീ ഓട്ടോമാറ്റിക്കായിട്ട് തനിക്ക് കിട്ടിയതെല്ലാം തിരിച്ചു കൊടുക്കാൻ, ഈ മരുമോക്ക് കൊടുക്കാൻ അവൻ തയ്യാറാവും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ എന്താണ് പാവപ്പെട്ട പുരുഷന്മാർ കിടന്നെന്ത് ചെയ്യുന്നു അനുഭവിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. അപ്പം എല്ലാവർക്കും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും, പണ്ട് കാലത്ത് ഈ സ്ത്രീകൾക്ക് മിണ്ടാനും പറയാനും പറ്റാത്തതുകൊണ്ട് സ്ത്രീകളെ അടിമയാക്കി വെച്ചിരുന്നത് കൊണ്ട് നടക്കുന്നതാണ് ഈ കാര്യം. ഈ പുരോഗമനമെന്ന് പറയുന്ന അല്ലെങ്കിൽ ജെൻസി പിള്ളേരായിട്ടും എന്ത് ചെയ്യില്ല, അവർക്ക് വിവാഹം കഴിക്കുന്നില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഈ സിസ്റ്റത്തിനെ മാറ്റാൻ ആരും എന്ത് ചെയ്യുന്നില്ല, തയ്യാറാവുന്നില്ല. യഥാർത്ഥത്തിൽ ഈ സിസ്റ്റത്തിനെ മാറ്റുക, ഇതിനെക്കുറിച്ചാണ് നമ്മൾ മാറി ചിന്തിക്കേണ്ടത്. എങ്ങനെ മാറ്റം ഉണ്ടാക്കാൻ കഴിയും? വിവാഹ ചെലവ് തുല്യമായി നടത്തുക, മാറിയും തിരിഞ്ഞും നിൽക്കുക, അല്ലെങ്കിൽ പ്രത്യേകം താമസിക്കുക, മാതാപിതാക്കളെ നോക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തോന്നും ഇത് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇസ്ലാം മതത്തിൽ അങ്ങനെയാണ് പറയുന്നത്, അല്ലെങ്കിൽ മറ്റേ മതത്തിൽ എങ്ങനെയാണ് പറയുന്നത്, ഇത് അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ രീതികളാണ്. നാട്ടിൽ പെണ്ണിനെ അടിമയാക്കാൻ വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്ന രീതികളാണ്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈ ഞായറാഴ്ച ഞാൻ മുമ്പേ പറയണമെന്ന് പറഞ്ഞൊരു കാര്യം കൂടെ പറയാം. ഈ സ്ത്രീയെ അടിമയാക്കി വെച്ചിരിക്കുകയാണ്. ഈ സ്ത്രീ അറിയുന്നില്ല. ഭയങ്കര പുരോഗമനവും ഭയങ്കര അഹങ്കാരവും പറയുന്ന സ്ത്രീയെ അടിമയാക്കി വയ്ക്കുന്നത് സ്ത്രീ അറിയുന്നില്ല. നമ്മൾ ഫുട്ബോളിലും ക്രിക്കറ്റിലും ഒക്കെ കമൻട്രി പറയുന്ന പുരുഷന്മാർക്ക് കോട്ടും ജീൻസും ടൈയും ഒക്കെ കൊടുക്കുമ്പോൾ പെണ്ണിന് എന്താണ് കൊടുത്തിരിക്കുന്നത് അവിടെ വസ്ത്രം? പെണ്ണിന് അവിടെ നിക്കറും ബനിയനുമാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ കമൻട്രി പറയാൻ കൂടെ നിൽക്കുന്ന ആ പെണ്ണിന്. ഇവിടെ ആണ് ഫുള്ള് ഡ്രസ്സ് ഇട്ടുകൊണ്ട് കിടക്കുമ്പോൾ പെണ്ണിന് കൊടുത്തിരിക്കുന്നത് കൊച്ചു ഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. ഈ പെണ്ണിന് ആണിന് നല്ല ലൂസുള്ള ഡ്രസ്സൊക്കെ, ആണിന് നല്ല രീതിയിൽ ലൂസുള്ള ഡ്രസ്സൊക്കെ നമുക്ക് തന്നിട്ട് പെണ്ണിന് തച്ചു കൊടുക്കുന്നതും പെണ്ണ് അറിയാതെ ഇടുന്നതും ഇറുക്കമുള്ള ഡ്രസ്സുകളാണ് പെണ്ണിന് കൊടുത്തിരിക്കുന്നത്. അത് പെണ്ണറിയാതെ പെണ്ണിനെ പറ്റിക്കുകയാണെന്ന് പെണ്ണ് പോലും അറിയുന്നില്ല. ഈ മീഡിയകളും സിനിമകളും അതെല്ലാം സ്ത്രീകളുടെ ശരീരത്തെ വിൽപ്പന ചരക്കാക്കുന്നു എന്നുള്ളത് സ്ത്രീ വലിയ ഉന്നതിയാണ്, അഹങ്കാരി എന്ന് പറയുന്ന സ്ത്രീ അറിയുന്നില്ല. ഞാൻ ഓവറായിട്ട് ഫുള്ള് ചാക്ക് കെട്ടി ഫുള്ള് മറച്ചുകൊണ്ട് നടക്കണമെന്നല്ല ഞാൻ പറയുന്നത്, അതും പാടില്ല. അതേപോലെ തന്നെ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ സ്വകാര്യ ഭാഗങ്ങൾ പുറത്ത് കാണുന്ന രീതിയിലുള്ള വസ്ത്രവും പാടില്ല.
പക്ഷെ ഇപ്പോൾ ജെൻസിയിൽ ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പോഴത്തെ ജീൻസൊക്കെ നല്ല ലൂസുള്ള ജീൻസും നല്ല ഫുൾ ലൂസുള്ള ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് അവർ നല്ല ആണുങ്ങളെ പോലെ നല്ല രീതിയിൽ മാന്യമായി നടക്കുന്നു. അവർക്ക് കംഫർട്ടാണ്, അവർക്ക് സംസാരിക്കാൻ കഴിയുന്നു. അതല്ലാതെ ഒരു നീളം ചീലയും ചുറ്റി അവിടെയും തുറന്ന് ഇവിടെയും തുറന്ന് നടന്ന് നടന്ന് അവർ മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവർ നോക്കുന്നുണ്ടല്ലോ എന്നാണ് അവർ തെറ്റായാണ് നോക്കുന്നതെന്ന് അവൾ മനസ്സിലാക്കുന്നില്ല. അവർ ഓങ്ങി വെക്കുകയാണ്, അല്ലെങ്കിൽ അവൻ രഹസ്യമായി വീഡിയോ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഇവളെ വേറെ കണ്ണുകൊണ്ടാണ് കാണുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല. ഈ ഡ്രസ്സ് മാറ്റേണ്ട സമയത്താണ് ഡ്രസ്സ് മാറ്റേണ്ടത്. അതല്ലാതെ ഈ പറയുന്ന കണക്ക് കക്കൂസി പോകാൻ വേണ്ടി ജംഗ്ഷനിൽ നിന്ന് മുണ്ടും പൊക്കിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല എന്നാണ് പറയേണ്ടത്. അത് ലൈംഗികതയുടെ ഡ്രസ്സ് മാറ്റേണ്ട സമയത്ത് ഡ്രസ്സ് മാറ്റുക അവർക്ക് അവകാശപ്പെട്ടവർക്കാണ്. അതല്ലാതെ ഈ പരസ്യമായിട്ട് വസ്ത്രവും പ്രദർശിപ്പിച്ചുകൊണ്ട് അവർ വീഴുകയാണ്. എന്തിനാണ് ഈ പെണ്ണിന് ഇറുവിയ ഡ്രസ്സ് കൊടുത്ത എന്തിനാണ്? ആണിനെ കാണിക്കാൻ വേണ്ടി സമൂഹം കൽപ്പിച്ചു കൊടുക്കുന്നതാണ്. ഇത് പെണ്ണ് മനസ്സിലാകുന്നില്ല. പെണ്ണത്തിൽ ലൂസ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് കിടന്നാൽ അവർക്ക് ചൂട് കുറയുന്നേ. ഈ പെണ്ണുങ്ങൾക്ക് വിയർപ്പ് കൂടുതലാണ്. പക്ഷെ ലൂസ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടന്നൂടെ? ഞാൻ ആരുടെയും സ്വാതന്ത്ര്യത്തേക്ക് എതിരായി പറയുന്നതല്ല, ഞാൻ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ പറയുന്നുള്ളൂ. അവരെ പറ്റിക്കുന്നത്, ഈ മണ്ടൻ സ്ത്രീകളെ പറ്റിക്കുന്നത് സ്ത്രീകൾ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അവരറിയാതെ ഈ ആണുങ്ങളുടെ അല്ലെങ്കിൽ പുരുഷ മേധാവിത്വം എന്നൊക്കെ പറയുന്നില്ലേ, പുരുഷ മേധാവിത്വം നിങ്ങളെ പറ്റിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ തുണി ഉരിയുന്നതാണ് അവർക്ക് ആവശ്യം, എന്നിട്ട് വേണം അവർക്ക് കാണാൻ. അതുപോലെ തന്നെയാണ് നിങ്ങളെ അടിമയാക്കുകയാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ അടിമയാക്കി നിങ്ങളെ നിർത്തും. ഇവിടെ തുല്യത എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മാതാപിതാക്കളെയും ഇപ്പം ഈ പറയുന്ന ഒരു മകളുണ്ടെങ്കിൽ അവള് ഭർത്താവിൻ്റെ അച്ഛനും അമ്മയെയും നോക്കുന്നു. എന്നാൽ ഭാര്യയുടെ അച്ഛനെയും അമ്മയെയും ഭർത്താവ് പോയി നോക്കുമോ? ഇല്ല. അവിടെ വേറെ കെട്ടിച്ചുകൊണ്ട് വരുന്ന പിള്ളേരില്ലെങ്കിൽ അവരും നോക്കൂല. അപ്പം ഇതിലൊക്കെ അതായത് സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നതിൽ ഒരു കുഴപ്പവുമില്ല. പക്ഷേ ബുദ്ധിമുട്ടും പ്രയാസവുമുള്ള സ്ഥലത്തെങ്കിലും ഇതിനൊരു മാറ്റം ഉണ്ടാകണം. സ്വന്തം ശീലിച്ചു വന്ന സ്വന്തം വീട്ടിൽ നല്ല രൂപത്തിൽ പോകുന്ന ആള് ഒരു സമയമാകുമ്പോൾ ഒറ്റയ്ക്കൊരു മാറ്റം ഉണ്ടാവുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വിവാഹം വേണ്ടെന്ന് പറയുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കുക. വിവാഹത്തിന് മുമ്പുള്ള അനാചാരങ്ങൾ ഇസ്ലാമിലില്ല, അല്ലെങ്കിൽ ഈ സാമൂഹികമായും യുക്തിപരമായിട്ടും അത് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക തന്നെ ചെയ്യണം. അതേപോലെ തന്നെ ഈ വിവാഹ ചെലവ് തുല്യമായി വഹിക്കണം. കർശനമായി പഴയ കിളവന്മാരെന്ന് പറയുന്നില്ല, കുറേ നിങ്ങൾ എന്തൊരു കൊടുക്കും എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടല്ലോ, അതൊക്കെ അങ്ങ് നിർത്തലാക്കണം. നിങ്ങൾ എന്തിനു കൊടുക്കേണ്ടതൊക്കെ അവർ തങ്ങളിൽ കൊടുത്തോളും. അതിനാണ് കല്യാണം കഴിക്കുന്നത്. അല്ലാതെ നിങ്ങളെ ഈ പണ ഇടപാടിൽ വിറ്റിട്ട് അടിമയായിട്ട് കൊണ്ടുപോകാനല്ല എന്നെല്ലാവരും മനസ്സിലാക്കണം. പഴയ കിളവന്മാര് നിങ്ങളെ ജോലി നോക്കി പോകാൻ പറഞ്ഞു. ഞാൻ തെറ്റുകൾ ചെയ്യുന്നവരാണ് ഈ പഴയ കിളവന്മാരെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറയുന്നത്. അല്ലാതെ ഈ പറയുന്ന കണക്ക് സാധാരണ നന്മ ചെയ്യുന്ന ആൾക്കാരെ അല്ല പറയുന്നത്. അപ്പോൾ സമൂഹത്തിൽ എല്ലാ വിഷയത്തിലും നീതി വേണം. സ്വന്തം ഉമ്മായും വാപ്പായും നോക്കാനുള്ള അവകാശവും കാണാനുള്ള അവകാശവും പെണ്ണിനുമുണ്ട്, ആണിനുമുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ പുരോഗമനപരമായിട്ട് കേരളം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഇവിടെ ഈ പറയുന്നത് പോലെ ഈ അഭിനയങ്ങളൊന്നും കാണിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ നമുക്ക് എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അല്ലാതെ യഥാർത്ഥ ഭയങ്കര ഒരു സ്നേഹമൊന്നും ഇവിടെ ആർക്കൊന്നുമില്ല. നമുക്ക് പരിഗണിക്കാൻ കഴിയുക, അതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് സമയവും സന്ദർഭവും അനുസരിച്ച് പരിഗണിക്കാൻ കഴിയുമല്ല. ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്തിട്ടൊന്നും വലിയ കാര്യമില്ല. ദൈവത്തെ നിലനിർത്തിക്കൊണ്ട് നീതിപരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സമൂഹത്തിൽ ഒരു 5-6 പേര് പുതിയ മാതൃകകൾ കാണിച്ചു കൊടുത്താൽ അത് മൊത്തം സമൂഹത്തിന് ഉപകാരപ്പെടും.
ഈ പറയുന്നത് കണക്ക് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും എന്നൊക്കെ പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടി കൂടിയിട്ട് ഈ ആചാരാനുഷ്ഠാനങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് ഐക്യത്തോടു കൂടിയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും സ്ത്രീധനം വേണം. ഇസ്ലാം മതത്തിൽ സ്ത്രീധനം ഇല്ല, എങ്കിലും നമുക്ക് സ്ത്രീധനം വേണം. കോടികളും കാറൊക്കെ മേടിക്കാൻ മുന്നിട്ടാണ് നിൽക്കുന്നത്. മറ്റേത് ഹിന്ദു, അവൻ ഹിന്ദുവാണ്, അവൻ ഹിന്ദുവിനെ എതിർക്കാന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ സിസ്റ്റം വെച്ചിട്ട് സ്ത്രീധനം ഹലാല്. അപ്പൊ അതിലൊന്നും അല്ല കാര്യം. ഞാൻ മതം പറഞ്ഞാൽ ഞാൻ ചിന്താഗതികളെ എതിർക്കുകയാണ്. ഇവന്റെ മതത്തിൽ ഇതില്ല, ഈ സ്ത്രീധനം എന്ന് പറഞ്ഞ സംഗതി ഇല്ല. ഇന്ത്യൻ ഭരണഘടനയിലും ഇല്ല സ്ത്രീധനം. അത് വേറൊരു കാര്യം. ഞാൻ മതം തീവ്രത പിടിക്കുന്നവർ അങ്ങനെ പറഞ്ഞത്. ഇന്ത്യൻ ഭരണഘടനയിലില്ല. നിയമപരമായി തെറ്റാണ് സ്ത്രീധനം എന്ന് പറയുന്നത്. ഒരു പക്ഷേ കഞ്ചാവിനേക്കാൾ തെറ്റെന്ന് പറയേണ്ടി വരും. എന്ന് പറയുമ്പോൾ ആ സ്ത്രീധനത്തിന്റെ പേരിൽ എത്രയെങ്കിലും പേര് ആത്മഹത്യ ചെയ്യുന്നു, എത്രയെങ്കിലും പേര് പീഡിപ്പിക്കപ്പെടുന്നു, എത്രയെങ്കിലും പേരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. അപ്പൊ ഇനിയെങ്കിലും പുതിയ തലമുറ എന്ന് പറയുന്നത് ചോദിക്കാതിരിക്കുക, ചോദിക്കുന്നവരെ മിണ്ടാതിരികളവാന്ന് പറയാനുള്ള മാനസികാവസ്ഥ നിങ്ങൾക്കുണ്ടാവണം. ഇവിടെ ഒന്നും സംഭവിക്കാനൊന്നുമില്ല. നമ്മളിപ്പോൾ എത്രയൊക്കെ നമ്മൾ നല്ലപോലെ നടന്നാലും ഈ പറയുന്നത് പോലെ ഇങ്ങോട്ട് മാറുമ്പം ഈ പറയുന്ന കണക്കില്ല, റീലിലൊക്കെ പറയുന്ന കണക്കെ അവൻ ആരെന്നറിയാമോ? അവൻ മറ്റു കുഴപ്പക്കാരനാണ്. അവൻ നല്ല വർത്തമാനൊക്കെ പറയും. ഇവനെക്കാളും മോശപ്പെട്ട ഒരാളുണ്ടാ എന്ന് പറയുന്നവരാണ് എല്ലാവരും. അല്ലാതെ നിങ്ങളിപ്പം ഒരു സമൂഹത്തിന് ഒരുമിച്ച് ഈ ആചാരത്തിലും ആ ആചാരത്തിലൊക്കെ പങ്കെടുത്താലേ നിങ്ങൾക്ക് വലിയ പേര് തരുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കര പുണ്യമായി കാണുമെന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ അല്പം അങ്ങോട്ട് മാറിയാലേ, നിങ്ങൾ അങ്ങോട്ട് മാറിയാൽ നല്ലൊരു ശതമാനം ഈ ആചാരക്കാരും അനുഷ്ഠാനക്കാരും പറയുന്ന അവളെന്താ കാഞ്ഞ മോളാണ്, നിങ്ങൾക്കറിയാമോ? അല്ലെങ്കിൽ അവനെ കണക്കത്ത ഒരു മഹാ കുഴപ്പക്കാരൻ ഈ ഭൂമിയിലില്ല എന്ന് പറയും. കല്യാണ സദസ്സുകളിൽ മാറിപ്പോയിട്ട് മരണ സദസ്സുകളിലും മാറിയും തിരിഞ്ഞു ഇരുന്ന് പരദൂഷണം പറയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് സമൂഹത്തിൽ ഒപ്പിക്കാൻ വേണ്ടിയാണ്, നമ്മൾ സമൂഹത്തിനെ ഒപ്പിക്കാൻ വേണ്ടി അയ്യോ ആ ആചാരം ചെയ്തില്ലെങ്കിൽ, ആ വള ഇട്ടില്ലെങ്കിൽ, ആ കൊച്ചിന് സ്വർണം കൊണ്ടുപോയില്ലെങ്കിൽ അവരെന്തൊരു വിചാരിക്കുക? അവരെ ഒന്നും വിചാരിക്കൂല. നീ സ്വർണവും താലിയും കൊച്ചു ജനിക്കുമ്പോൾ അങ്ങനെയൊന്നും കൊണ്ടുപോകേണ്ട കാര്യവും നീയൊന്നുമില്ല. നീ ഒരാൾ സുഖമില്ലാതെ വീണ് കിടക്കണം എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി ആശുപത്രിയിൽ കാണാനല്ല, വീണ് കിടക്കണമെങ്കിൽ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ എടുത്തുകൊണ്ട് പോകാൻ നോക്കുക. അതാണ് ചെയ്യേണ്ടത്. ഒരാൾ രോഗിയായി കിടക്കുമ്പോൾ എടുത്തുകൊണ്ട് പോവാൻ കഴിയുമെങ്കിൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ ഒരു കൊച്ചിന് അവന് കഴിവില്ലാത്തതുകൊണ്ട് അവന് സ്വർണം മോതിരം വിട്ടുകൊടുത്താലേ കൊച്ചിനെ കാണാൻ പറ്റുള്ളൂ എന്ന് അങ്ങനെയൊന്നും ഇല്ല. അത് പറ്റുമെങ്കിൽ കാണാൻ പോവുക. കൂടുതൽ ജലദോഷം പനിയുള്ളൊരു കൊച്ചിനെ കൂടുതൽ കാണാൻ പോയാലും കൊച്ചിന് അസുഖങ്ങൾ വരും. രോഗികൾക്കും അത് തന്നെ, സ്വസ്ഥമായിട്ട് കിടക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് എല്ലാവരും. അപ്പോഴേ നമ്മൾ പോയി ഡിസ്റ്റർബ് ചെയ്യല്ലേ. രോഗിയെ മറ്റുള്ളവർ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പൊയ്ക്കോളേം, കുഴപ്പമില്ല. അപ്പോൾ രോഗിയായി കിടക്കുമ്പോൾ വല്ലതും പറ്റുമെങ്കിൽ അവർക്ക് വല്ല 1000, 500, 1000 രൂപ അയച്ചു കൊടുക്കും. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. അല്ലാതെ ആൾക്കാരെ കാണിക്കാൻ പോയി അവിടെ പോയിരുന്നിട്ട് അവർ ഡിസ്റ്റർബും തലവേദനയും ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ അവിടെ പോയിരുന്നിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് അവർക്ക് ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കല്ലേ, അല്ലെങ്കിൽ രോഗിയെ കൂട്ടിരിക്കുന്നവർക്കും ഒക്കെ. അപ്പോൾ നമ്മൾ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ, സത്യവും നീതിയും പാലിക്കുക എന്നതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായും കമൻറ്റിലൂടെ പറയുക. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ സത്യം പിന്തുടരുക. ദൈവത്തിന് വേണ്ടി, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നമ്മൾ സത്യം പറഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. ഇവിടെ നമ്മൾ പരസ്പരം ഒരിക്കലും എല്ലാവരെയും സ്നേഹിക്കുക. എല്ലാവരും പാവങ്ങളാണ്. എല്ലാവർക്കും നിഷ്കളങ്കരായ കുട്ടികളുണ്ട് കേട്ടോ. എല്ലാവർക്കും നല്ല പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട് കേട്ടോ. അവരൊക്കെ എന്ത് സ്നേഹനിധികളാണ്. എല്ലാ മാതാപിതാക്കളും നിങ്ങൾ പ്രായമുള്ളവർ എന്ത് സ്നേഹമുള്ളവരാണ്, നിങ്ങൾ കണ്ടിട്ടില്ലേ? കുട്ടികൾ എന്ത് അരുമയുള്ളവരാണ്. ഈ കുട്ടികൾ, അരുമയുള്ള കുട്ടികളുള്ളവരാണ് പച്ചവർഗീയത എന്ന് പറയുന്നത് മറ്റുള്ളവരെ പറ്റി. നിങ്ങൾ ആ കരുണ എന്തുകൊണ്ട് നിങ്ങൾ മറ്റൊരു മനുഷ്യനോട് കരുണ നിങ്ങൾക്ക് വരുന്നില്ല? അവൻ മനുഷ്യരാണ് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അറിഞ്ഞോ അറിയാതെയോ ഒരു മതത്തിന്റെ കീഴിൽ അവൻ ജനിച്ചുപോയി എന്നുള്ളത് കൊണ്ട് എന്തിനെ നീ വെറുക്കുന്നു? എന്തിനാ കുട്ടിയെ നീ വെറുക്കുന്നു?
എന്തിനാ ആ സ്ത്രീയെ നീ ബലാത്സംഗം ചെയ്യാൻ തയ്യാറാവുന്നു? അപ്പോൾ മനുഷ്യൻ ചിന്തിക്കുക. നിനക്ക് സന്തോഷമൊന്നും കിട്ടൂല. നിനക്ക് ഈ വെറുപ്പ്, നീ മറ്റുള്ളവരെ വെറുപ്പ് കൊണ്ട് നിനക്ക് അസുഖം മാത്രമേ വരത്തുള്ളൂ. നീ സമാധാനം, നീ എല്ലാവരോടും സ്നേഹം കാണിച്ചു നോക്ക്. നീ എല്ലാ മനുഷ്യരോടും സ്നേഹം കാണിച്ചു കൊണ്ട് നോക്ക്. നമ്മള് എന്താണ്, ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ അതിനെ സമാധാനത്തോടെ അല്ലെങ്കിൽ സൗഹാർദ്ദത്തോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കണം. അവനോടുള്ള സ്നേഹം കൊണ്ടാണ്, അവന് വിപത്ത് വരാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾ ഈ കാണിക്കുന്ന അസൂയയും കുശുമ്പും അല്ലെങ്കിൽ എന്താണ് വൈരാഗ്യവും വാശിക്കൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലും അല്ലെങ്കിൽ സമൂഹത്തിലും ഒക്കെ ഒരുപാട് ഫലങ്ങളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാക്കും എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഉള്ള ജീവിതം സന്തോഷകരമാക്കി പോകുന്നതല്ലേ നല്ലത്. എന്ത് നല്ല സന്തോഷകരമായി ജീവിക്കണം. എന്തിനാ ഈ രക്തം ചിന്തുന്നത്? എന്തിനാ ഹിന്ദുവും മുസൽമാനും പരസ്പരം കണ്ട് കൈകൊടുത്ത് കെട്ടിപ്പിടിച്ചു പോകുന്നതല്ലേ നല്ലത്. അത്രയും കഴിഞ്ഞില്ലെങ്കിലും ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ടെങ്കിലും പോയി, ഒന്നുമില്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാതിരിക്കാനെങ്കിലും ശ്രമിക്കുക. ഈ തുച്ഛമായ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി, താല്പര്യക്കാർക്ക് വേണ്ടി ഭൂരിപക്ഷം വരുന്ന ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പരസ്പരം, അതല്ലെങ്കിൽ ആർക്കെങ്കിലും മതമേധാവിയായി കൊണ്ടും മതത്തിന്റെ മേലങ്കി ചമഞ്ഞ് അല്ലെങ്കിൽ മതപുരോഹിതനായി എന്നെന്നും ഇരുന്ന് പൈസ തട്ടാൻ വേണ്ടി, അവന്റെ മതത്തിൽ ആള് നിലനിർത്താൻ വേണ്ടി, അവർക്ക് വേണ്ടി എന്ത് ചെയ്യരുത്? ഭൂരിപക്ഷം വരുന്ന മതാനുയായികൾ ഒരിക്കലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുക്കരുത്. നമ്മൾ കേരളത്തിൽ നിന്ന് തുടങ്ങി ആ സ്നേഹത്തിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ സ്നേഹം കാണിച്ചു കൊടുക്കണം. കേരളം ഇപ്പോൾ കാണുന്നുണ്ട്. പുതിയ ജെൻസി തലമുറയ്ക്ക് നിങ്ങളുടെ മതവും വേണ്ട, നിങ്ങളുടെ കൊതവും വേണ്ട എന്ന് ഞാൻ അങ്ങനെ പറയേണ്ടി വരുന്നു. എന്ന് പറയുമ്പോൾ അവർക്കറിയാം കാര്യങ്ങളൊക്കെ എന്തൊക്കെയാന്നുള്ളത്. അവർക്ക് നീതിയും ധർമ്മവും ഒക്കെ അറിയാം. നീതിയും ധർമ്മവും മാത്രമേ ദൈവം ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ല നിങ്ങളെ ഒരു കാര്യവും ദൈവത്തിന് ഒന്നും വേണ്ട. നിങ്ങളെ ഒരു പുണ്ണാക്കും ദൈവത്തിന് വേണ്ടെന്നേ. ഒരു പുണ്ണാക്കും ദൈവത്തിന് വേണ്ട. ദൈവത്തിന് നന്മയും കരുണയും സഹായവും ഒക്കെ മതി. നിരീശ്വരവാദിയായി നിൽക്കുന്ന നിരീശ്വരവാദി, നീ മതത്തിനെ എതിർത്തുകൊണ്ട് നിന്റെ സമയം കളയുമ്പോൾ നീ എന്ത് സമൂഹത്തിന് ഉണ്ടാക്കുന്നു? നീ സമൂഹത്തിന് എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുക്കുന്നുണ്ടാ? നീ ആത്മാർത്ഥത ഉള്ളവനാണെങ്കിൽ, നീ ദൈവമില്ലെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, നീ സമൂഹ പ്രതിബദ്ധത ഉള്ളവനാണെങ്കിൽ, നീ ആശുപത്രികളിൽ ബുദ്ധിമുട്ടി നിൽക്കുന്ന പണക്കാരനെ എല്ലാ യുക്തിവാദിക്കും നല്ല പൈസ ഉള്ളതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അവൻ ആശുപത്രിയിൽ പോയി എന്ത് സഹായിക്കുന്നില്ല? ഇവൻ എന്തുകൊണ്ട് ബുദ്ധിമുട്ടും പ്രയാസവും കണ്ടിട്ട് സഹായിക്കുന്നില്ലേ? ഇവൻ ആകെ ഉള്ള പരിപാടി മതവിമർശനം മാത്രമേ ഉള്ളൂ. ഈ അന്ധവിശ്വാസികളെന്ന് പറയുന്ന ഈ മതത്തിൽ പിൻപറ്റുന്ന ആൾക്കാർ അവരെത്ര ആത്മാർത്ഥമായാണ് രോഗികളെയും മറ്റുള്ളവരെയും ഒക്കെ സഹായിക്കുന്നത്. നീ ബുദ്ധി ഉണ്ടെന്ന് പറയുന്ന നിന്റെ പരിപാടി ആകെ ജനിക്കുന്നത് പോലും മരിക്കുന്നത് വരെ മതവിമർശനം, എന്നിട്ട് വലിയ ബുദ്ധിമാനാണെന്നും അവസരവാദി എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. പട്ടി പുല്ല് തിന്നേയില്ല, പശുവിനെ തിന്നാനും താമസിക്കൂല എന്നുള്ള പറഞ്ഞു. ഓരോരുത്തരുടെ കർമ്മമാണ്. അവൻ യുക്തിവാദം പറയുന്നു, മതം പറയുന്നു എന്നല്ല നോക്കണം. അവന്റെ പ്രവൃത്തിയിൽ മനുഷ്യനും സഹജീവികൾക്കും നന്മ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഒരുപാട് വൈകി, എല്ലാ കാര്യങ്ങളോടും ഒരുമിച്ച് പറയാൻ പറ്റൂല. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയുക. ഞാൻ ആരെയും ഞാൻ പലരെയും പേരെടുത്ത് പറയുമ്പോൾ, ഇനിയിപ്പം ചിലർക്ക് ഞാൻ പേരെടുത്ത് പറയുമ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അത് പരസ്യമായി കാണുന്നു എന്നുള്ള മറ്റുള്ളവർ അറിയുന്നത് കൊണ്ടൊരു ഇതും വരണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ പേരും എടുത്ത് പറയുന്നില്ല. അപ്പോൾ മനുഷ്യര് നമ്മളെല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മളെല്ലാവരും സ്വാർത്ഥരാണെന്നുള്ളത് അംഗീകരിക്കുക. ഈ സ്വാർത്ഥത ഉള്ളപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യുക? നമ്മുടെ കടമകളും കടപ്പാടുകളും മനുഷ്യത്വവും എല്ലാം മാക്സിമം ഒരു പരിധി വരെ സിമ്പിളാണ് കാണിക്കാൻ കഴിയുക. അതല്ലാതെ ആൾക്കാരെ ഒപ്പിക്കാൻ വേണ്ടി നമ്മളെ പൈസകളൊന്നും അനാവശ്യമായ അരാജകത്വങ്ങൾക്കൊന്നും കൊണ്ടുപോയി കൊടുക്കുകയും അതിൻ്റെ കാര്യമൊന്നുമില്ല. നമ്മൾ കിടന്ന് പൈസ ഇല്ലാതെ നമ്മൾ കിടന്ന് വലിച്ചു പോകും. അപ്പോൾ ഈ പറയുന്ന കണക്ക് ഒരു നല്ല വാക്ക് പറഞ്ഞാലും മതി, അവരെ പറ്റി തെറ്റായി പരദൂഷണം പറയാതിരുന്നാൽ മതി. അത് തന്നെയാണ് വലിയ കാര്യം. എന്നാൽ ഞാൻ കാണുന്നുണ്ട്, അതായത് പലരും
പലരും പല കാര്യത്തിനും നമ്മളെ ക്ഷണിക്കുമ്പോൾ നമ്മുടെ സാന്നിധ്യം മാത്രമല്ല, നമ്മളെ പൈസയൊന്നുമല്ല അവർ ആഗ്രഹിക്കുന്നത്. ചിലർ അങ്ങനെ ഉണ്ട്, നമ്മളെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ അതിന് പോകുന്നത് നല്ലത് തന്നെയാണ്. അത് അങ്ങനെയുള്ളവരെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ഒന്നുകൂടെ പറഞ്ഞതുകൊണ്ട് എല്ലാവരും ഈ ഈ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഈ വർഗീയതയിൽ നിന്ന് നമുക്ക് സ്നേഹത്തോടു കൂടി ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി അവസാനമായി ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട്, ഈ മുസ്ലിങ്ങളൊന്നും ഹിന്ദുക്കളെ കൊല്ലാനല്ല നിൽക്കുന്നത്. നല്ല ഹിന്ദുക്കളിലും ഉള്ളവരും മുസ്ലിമിനെ കൊല്ലാനല്ല നിൽക്കുന്നത്. ക്രിസ്ത്യാനികളിലും ഹിന്ദുക്കളെ കൊല്ലാനല്ല നിൽക്കുന്നത്. എന്നാൽ രാഷ്ട്രീയക്കാരൻ്റെയും മതക്കാരൻ്റെയും പൈശാചികമായ പ്രേരണകൾക്ക് വശംവദമായി ഒരു രോഗം, വർഗീയത എന്ന ഒരു രോഗം സാധാരണക്കാരിൽ പടർന്നിട്ടുണ്ട്. ആ രോഗത്തിനുള്ള ആ വൈറസിനുള്ള മറുപടിയാണ് സ്നേഹം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കാണിച്ചു കൊടുത്തുകൊണ്ട്, സ്നേഹം പ്രകടിപ്പിച്ചു കൊടുത്തുകൊണ്ട്, നന്മ ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ തോൽപ്പിക്കണം. നമ്മൾ ഈ വർഗീയതയെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കണം. അതിനുള്ള പരിശ്രമമാകട്ടെ ഇനിയുള്ള നാളുകൾ. അതോടൊപ്പം തന്നെ സാമൂഹ്യ വിപത്തുകൾ, സാമൂഹ്യ തിന്മ, അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, മരണത്തിൻ്റെയും ജനനത്തിൻ്റെയും വിവാഹത്തിൻ്റെയൊക്കെ പേരിൽ നടക്കുന്ന സാമൂഹ്യ അനാചാരങ്ങളിൽ നിന്ന് നിന്നുകൊണ്ട് നമ്മുടെ സമ്പത്തും അതുപോലെ തന്നെ സമയവും ഒക്കെ നമ്മൾ സംരക്ഷിക്കുക. അതുപോലെ തന്നെ മനുഷ്യൻ്റെ സന്തോഷങ്ങളെ ഇല്ലാതാക്കുന്ന അന്ധവിശ്വാസങ്ങളെ ഒഴിവാക്കുക. അതുപോലെ തന്നെ മനുഷ്യനെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന മാമൂലുകളും ചട്ടവട്ടങ്ങളും രീതികളുമൊക്കെ എടുത്ത് തോട്ടിലെറിയുക. ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ദൈവം നല്ലത് വരുത്തട്ടെ, നന്മ വരുത്തട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു. അസ്സലാമു അലൈക്കും. പിന്നെ എന്തു പറയാം, സുഖിനോ ഭവന്തു അല്ലേ? ഓക്കെ.